Hello, hi, good evening, all. Welcome to Let's Subject Language Academy's live session, specially based on examination. എക്സാമിനേഷൻ്റെ നമുക്ക് നാളെ എല്ലാ OET സ്റ്റുഡൻസിനും എക്സാം ആണ്. അപ്പോൾ എല്ലാ സ്റ്റുഡൻസിനും ലൈവായിട്ട് ക്വസ്റ്റ്യൻസും ക്ലിയർ ചെയ്യാനും ക്വയറീസ് ചോദിക്കാനും ഒക്കെ ഉള്ളൊരു സമയമാണ്. And last preparation session another. So this is to give or boost your energy, boost your confidence for the examination. So I hope all are actually waiting, excited to write the examination. അല്ലേ? എന്താണ് അപ്പോൾ എക്സാം ഉള്ള എല്ലാ സ്റ്റുഡൻസിനും ഞങ്ങളുടെ ഓൾ ദി വെരി ബെസ്റ്റ് ഫസ്റ്റ് ഓഫ് ഓൾ. അപ്പോൾ നമുക്കറിയാം കുറേ റിപ്പീറ്റേഴ്സ് എക്സാംസ് എഴുതുന്നുണ്ടാവും, അതുപോലെ കുറേ ബിഗിനേഴ്സ് എക്സാം എഴുതുന്നുണ്ടാവും, അതുപോലെ തന്നെ റിപ്പീറ്റേഴ്സ് എക്സാം എഴുതുന്നുണ്ടാവും. അപ്പം എല്ലാവർക്കും റിപ്പീറ്റേഴ്സിനാകുമ്പോഴത്തേക്കും അത്യാവശ്യം എക്സാം എക്സ്പീരിയൻസ് ഒക്കെ ഉണ്ട്, നമുക്ക് എങ്ങനെയാണെന്ന് അറിയാം. എന്നാലും ലാസ്റ്റായിട്ട് ചോദിച്ച ചോദ്യങ്ങളെ പറ്റിയിട്ട് അല്ലെങ്കിൽ റീസെൻ്റ്ലി ഉള്ള ട്രെൻഡിനെ പറ്റിയിട്ടൊക്കെ നമുക്ക് ഈ ഒരു ലൈവ് സെഷനിൽ ഡിസ്കസ് ചെയ്യാം. ആൻഡ് റൈറ്റിംഗ്, സ്പീക്കിംഗ്, റീഡിങ്, ലിസണിങ്, ലാസ്റ്റ് എക്സാമിനേഷൻസ് ഒക്കെ എങ്ങനെ ഉണ്ടായിരുന്നു, നിങ്ങളത് ഒബ്സർവ് ചെയ്തിട്ടുണ്ടായിരുന്നോ, അല്ലെങ്കിൽ ഈ ഒരു റീസെൻ്റ് ആയിട്ടുള്ള ട്രെൻഡ് എന്താണ്, അതിൻ്റെ എക്സാമിനേഷൻ പാറ്റേൺ എങ്ങനെ പോകുന്നു, അങ്ങനെ എന്ത് തരത്തിലുള്ള ഡൗട്ട്സ് ആണെങ്കിലും നമുക്ക് ഇവിടെ ഡിസ്കസ് ചെയ്ത് ക്ലാരിഫൈ ചെയ്ത് നാളെ ഫ്രഷ് ആയിട്ട് എക്സാമിനേഷന് പോവാം. ഓക്കെ, സോ നാളെ എക്സാം എഴുതാനുള്ള കുട്ടികളോടാണ് നമ്മളിപ്പോഴും പറയാനുള്ള കാര്യമാണ്, നമ്മുടെ എക്സാം എഴുതുന്ന എല്ലാ കുട്ടികളോടും പറയുന്ന ഒരു കാര്യമാണ്, പാനിക് ആവാതിരിക്കുക, കൂളായിട്ട് എടുക്കുക. ഇപ്പം എക്സാമിനേഷൻ പ്രഷർ, നിങ്ങൾക്ക് ഉണ്ടാകുന്ന ഫിനാൻഷ്യൽ കൺസ്ട്രെയിൻസ്, ചിലപ്പം 3, 4, 5 തവണയൊക്കെ ആയിരിക്കും എക്സാം എഴുതുന്ന കുട്ടികളുണ്ടാവാം. സോ പല പല സാഹചര്യത്തിൽ നിന്നായിരിക്കാം നിങ്ങൾ ഇപ്പോൾ OET എക്സാമിന് പ്രിപ്പയർ ചെയ്ത് ഈ എക്സാമിന് വേണ്ടി തയ്യാറെടുക്കുന്നത്, അല്ലേ? അപ്പോൾ നാളത്തെ എക്സാം എങ്ങനെ ഉണ്ടാവും, എനിക്ക് നന്നായിട്ട് ചെയ്യാൻ പറ്റുമോ, ലിസണിങ് എങ്ങനെ ഉണ്ടാവും, എനിക്ക് ഈ ഒരു മൊഡ്യൂൾ കുറച്ച് ഡിഫിക്കൽട്ടാണ്, അപ്പോൾ എനിക്ക് നന്നായിട്ട് എക്സൽ ചെയ്യാൻ പറ്റുമോ, ഇങ്ങനെ ഒരുപാട് കൺസേൺസ് എല്ലാവർക്കും ഡിഫറെൻ്റ് ആയിട്ടുണ്ടാവാം. ബേസിക്കലി പറയാനുള്ളത്, ഇപ്പം പറയാൻ എളുപ്പമാണെങ്കിലും എല്ലാവരും അത് കൂളാസ് കുക്കുംബറായിട്ടിരിക്കുക. കാരണം ഒരിക്കലും ടെൻസ്ഡായിട്ട് നമ്മൾ എക്സാംസ് അപ്പിയർ ചെയ്താൽ നമ്മൾ ഉദ്ദേശിക്കുന്നത് പോലെയുള്ള റിസൾട്ട് നമുക്ക് ഒരു പക്ഷേ കിട്ടണമെന്നില്ല. കാരണം നമ്മുടെ ഒരു പെർഫോമൻസ് അറ്റ് ഇറ്റ്സ് പീക്ക് നമുക്ക് എടുക്കാൻ പറ്റണമെന്നില്ല. അപ്പോൾ എല്ലാവരും കൂളായിട്ടിരിക്കുക. എക്സാമിനെ നമ്മൾ യൂഷ്വലി നമ്മൾ എഴുതുന്ന മോക്ക് ടെസ്റ്റുകൾ പോലെ, ക്ലാസ്സിൽ പ്രിപ്പയർ ചെയ്യുന്നത് പോലെ, നമ്മൾ വീട്ടിലിരുന്ന് ഓൺലൈൻ സ്റ്റുഡൻസ് ആണെങ്കിൽ വീട്ടിലിരുന്ന് നിങ്ങൾ പ്രിപ്പയർ ചെയ്യുന്നത് പോലെ ആ ഒരു കൂൾനെസ് ഉണ്ടാവണം. എസ്പെഷ്യലി ഓൺലൈൻ പഠിക്കുന്ന കുട്ടികളാണെങ്കിൽ ഇത്രയും നാളും നിങ്ങൾ വീട്ടിൽ നിങ്ങളുടെ കംഫർട്ടബിൾ സോണിലിരുന്ന് പ്രിപ്പയർ ചെയ്തിട്ടായിരിക്കാം ഒരുപക്ഷെ ഇപ്പം ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു അറ്റ്മോസ്ഫിയർ നാളെ കാണാൻ പോകുന്നത്. അപ്പം അതിൽ നിന്നും പാനിക് ആവാതിരിക്കുക. ഫോക്കസ് ഓൺ യുവർ മൊഡ്യൂൾസ്, ഫോക്കസ് ഓൺ ക്വസ്റ്റ്യൻ 1 by 1, ആൻഡ് ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് എല്ലാവർക്കും സക്സസ് ഉണ്ടാവട്ടെ. Yes, and we're getting some messages. Good evening, Sandra. And Shamali, good evening. Devika, good evening. Sajal, good evening. Santosh, hi, good evening to Sir and ma'am. Yeah, good evening. And good evening, Anjana. Good evening, Anita. Hi, Anita. Nice to see you here. Yes. And Chinu, good afternoon. Hi. Hi to all. സോ എല്ലാവരും ജോയിൻ ചെയ്ത് വരികയാണ്. അപ്പം നമുക്ക് നമ്മുടെ എക്സാം സെഷൻ എങ്ങനെയാണ് പോകുന്നത്, അങ്ങനെ ജനറൽ ഡിസ്കഷനിൽ സ്റ്റാർട്ട് ചെയ്തതിന് ശേഷം വളരെ പെർട്ടിക്കുലർ ആയിട്ടുള്ള റൈറ്റിങ്ങിൻ്റെ ലേറ്റസ്റ്റ് പാറ്റേൺ അല്ലെങ്കിൽ റീസെൻ്റ് ആയിട്ട് വന്ന ക്വസ്റ്റ്യൻസ് ഒക്കെ നമുക്കൊന്ന് ഡിസ്കസ് ചെയ്ത് പോവാം. അതുപോലെ തന്നെ നമുക്ക് സ്പീക്കിങ്ങിൻ്റെ കാര്യങ്ങളും ലേറ്റസ്റ്റ് ആയിട്ട് എന്തൊക്കെ ക്വസ്റ്റ്യൻസ് ആണ് വന്നത്, അതുപോലെ ഇനി ചോദിക്കാനുള്ള പോസിബിലിറ്റീസ് എന്തൊക്കെയാണ് എന്തൊക്കെയാണ് നമ്മളൊന്ന് ലാസ്റ്റ് മിനിറ്റ് ഒന്ന് ശ്രദ്ധിച്ചിട്ട് പോകേണ്ട കാര്യങ്ങൾ, റീഡിങ് ആൻഡ് ലിസണിങ് എങ്ങനെ ഫോക്കസ് ചെയ്യണം, അതൊക്കെ നമുക്കൊന്ന് പറഞ്ഞു പോവാം. ഓക്കെ, സോ ആസ് യു നോ, ഫോർ ഓൾ ദി ബിഗിനേഴ്സ് ലിസണിങ് വെച്ച് സ്റ്റാർട്ട് ചെയ്യുന്ന മൊഡ്യൂൾസ് ആണ് ലിസണിങ്, ദെൻ റീഡിങ്, റൈറ്റിംഗ് ആൻഡ് ഫൈനലി സ്പീക്കിംഗ്. സോ ഞാൻ എപ്പോഴും പറയാറുള്ള പോലെ ദ അറ്റ്മോസ്ഫിയർ വിൽ ബി ഫേവറബിൾ ഫോർ യു ലിസണിങ്ങിനൊക്കെ ആണെങ്കിലും നിങ്ങൾ ഇപ്പം ഓഡിയോ ഒക്കെ ടെസ്റ്റ് ചെയ്യാനുള്ള സമയമുണ്ട് നിങ്ങൾക്ക്. അപ്പോൾ കൃത്യമായി ഓഡിയോ ടെസ്റ്റ് ചെയ്യുക. നിങ്ങൾക്ക് എന്തെങ്കിലും ഇൻകൺവീനിയൻസ് ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ അവരപ്പം തന്നെ അറിയിക്കുക. അവർ എന്തെങ്കിലും ഒരു റീപ്ലേസ്മെൻറ്റ് നിങ്ങൾക്കത് ചെയ്ത് തരുന്നതായിരിക്കും. ആൻഡ് റീപ്ലേസ്മെൻറ്റ് ചെയ്യാൻ നേരത്തും നിങ്ങൾ അതിൻ്റെ ഓഡിയോ ചെക്ക് ചെയ്യുക, ഓക്കെ ആണോ എന്ന് കൺഫേം ചെയ്യുക. നിങ്ങൾ ഒരിക്കലും അഡ്ജസ്റ്റ് ചെയ്തിരുന്ന എക്സാം എഴുതേണ്ട ആവശ്യമില്ല. ഫൈനലി നമ്മളതൊരു എക്സ്ക്യൂസ് ആയിട്ട് പറഞ്ഞാൽ they are not going to take it into consideration. So നിങ്ങൾക്ക് എന്ത് ഇൻകൺവീനിയൻസ് എക്സാം ഹാളിൽ ഫേസ് ചെയ്താലും നിങ്ങളത് അപ്പം തന്നെ ഇൻഫോം ചെയ്യുക, നിങ്ങളുടെ ഇൻകൺവീനിയൻസ് ക്ലിയർ ചെയ്യുക. ഇൻ ബിറ്റ്വീൻ എന്തെങ്കിലും ഓഡിയോ ക്ലാരിറ്റി പോകുന്നുണ്ട്, അത് ക്രാക്ക് വരുന്നുണ്ട്, if that is 100% sure, definitely you can let them know. They will give you an opportunity
അല്ലെങ്കിൽ അവരൊരു ഡെഫിനറ്റ്ലി ഒരു ഡിഫറെൻറ്റ് ചാൻസ് നിങ്ങൾക്ക് തരുന്നതായിരിക്കും. സോ അങ്ങനെയുള്ള ഇറ്റ്സ് എ മാറ്റർ ഓഫ് ടെക്നിക്കൽ തിങ് അല്ലേ. അപ്പോൾ ഒരു ടെക്നിക്കൽ സൈഡ് ആയതുകൊണ്ട് തന്നെ അവർ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഒരു പോസിബിലിറ്റി എന്താണോ ഒരു പോം വഴി റിസോൾവ് ചെയ്ത് തരുന്നതായിരിക്കും. സോ ആ കാര്യങ്ങളൊക്കെ വളരെ സ്ട്രിക്റ്റ് ആയിട്ട് തന്നെ നമ്മുടെ സൈഡിൽ നിന്ന് നോക്കുക. ബിക്കോസ് നമ്മൾ ഇത്രയും പൈസ കൊടുത്ത് എഴുതുന്ന ഒരു എക്സാം ആണ്. സോ നമ്മൾ വളരെ കംഫർട്ടബിൾ ആയിരിക്കണം, എക്സാം സെൻറ്ററിൽ വളരെ ഓക്കെ ആയിരിക്കണം. ആൻഡ് ഓൾസോ ടേക്ക് ഓൾ ദി ക്രെഡൻഷ്യൽസ് വിത്ത് യു. നിങ്ങൾ എന്തൊക്കെയാണ് എക്സാമിനേഷൻ ഹാളിൽ കൊണ്ടുചെല്ലേണ്ടത് ആ സാധനങ്ങളെല്ലാം നിങ്ങളുടെ കയ്യിൽ ഉണ്ടാവണം. ആ ഒരു സമയത്ത് നമുക്ക് പാനിക് സിറ്റുവേഷൻ ഒക്കെ അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണത്. അപ്പം അതെല്ലാം നിങ്ങൾ നോക്കുക. ആൻഡ് ദെൻ കമ്മിങ് ടു ദ റീഡിംഗ് ഡിസ്കഷൻ സെഷൻ, റീഡിംഗ് സെഷനിലാണെങ്കിലും ഫസ്റ്റ് 15 minutes ഇസ് വെരി പിൻ ഡ്രോപ്പ് സൈലൻസ്. നിങ്ങൾക്ക് ആ ഒരു അറ്റ്മോസ്ഫിയർ ഉണ്ടാക്കി തരുന്നുണ്ട്. അവർ തന്നെ മൂവ് ചെയ്യാതെ അവർ സ്റ്റില്ലായിട്ട് നിന്നിട്ടായിരിക്കും നിങ്ങൾക്ക് ആ ഒരു 15 minutes നിങ്ങൾ ഫോക്കസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഒരു അറ്റ്മോസ്ഫിയർ ക്രിയേറ്റ് ചെയ്ത് തരുന്നത്. സോ അത് നന്നായിട്ട് തന്നെ യൂസ് ചെയ്യുക. 15 minutes ടൈമർ അവെയർ ആയിട്ടിരിക്കുക. അപ്പോൾ നിങ്ങൾ ബൈ നൗ നിങ്ങൾ പ്രാക്ടീസ് ചെയ്തപ്പോഴൊക്കെ ആണെങ്കിലും ടൈമർ വെച്ചിട്ടാണ് പ്രാക്ടീസ് ചെയ്തതെന്ന് ഞാൻ വിശ്വസിക്കുന്നു. നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂഷനിൽ ഡെഫിനറ്റ്ലി നമ്മൾ ടൈമർ ചെക്ക് ചെയ്തിട്ടാണ് സ്റ്റുഡൻസിന് 15 minutes സ്ട്രിക്റ്റ് ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്തതിന് ശേഷമാണ് ദ നെക്സ്റ്റ് ടൈം നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത്. സോ അങ്ങനെ നിങ്ങൾ പ്രാക്ടീസ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിനെപ്പറ്റി ഒരു ടൈം കാൽക്കുലേഷൻ കൃത്യമായിട്ടുണ്ടാവും. അത് യൂട്ടിലൈസ് ചെയ്യുക. നിങ്ങളുടെ ഫ്രണ്ടിൽ തന്നെ ടൈമർ റൺ ചെയ്യുന്നുണ്ടാവും. അതും നിങ്ങൾ ഗെറ്റ് യൂസ് ടു ഇറ്റ്. അത് ഇടയ്ക്കിടയ്ക്ക് ചെക്ക് ചെയ്യുക. സോ ടൈം അവെയർ ആയിട്ടിരിക്കുക. നമുക്ക് ഇത്ര ക്വസ്റ്റ്യൻസ് ചെയ്യാൻ വിട്ടു, അതൊക്കെ എന്ന് പറയുന്നത് വളരെ അൺഫോർച്ചുനേറ്റ് ആയിട്ടുള്ള സിറ്റുവേഷൻ ആണ്. സോ അങ്ങനെയൊന്നും ഉണ്ടാവാതിരിക്കാൻ ശ്രമിക്കുക. അപ്പം ടെൻഷൻ ആകാൻ വേണ്ടിയിട്ടല്ല, ബട്ട് ദീസ് ആർ ദ തിങ്സ് ദറ്റ് യു ഹാവ് ടു ബി വെരി കെയർഫുൾ അബൌട്ട്. ആൻഡ് ദെൻ ദ ബി ആൻഡ് സി പാർട്ട്, വിച്ച് ഫ്രം ദെയർ യു കെൻ ബി ലിറ്റിൽ മോർ റിലാക്സ്ഡ്. അവിടെ തൊട്ട് നമുക്ക് നമ്മുടെ ആ ഒരു എക്സാമിനേഷൻ സെൻറ്ററിൽ അത്ര ഒരു ടൈറ്റ്നെസ് ഫീൽ ചെയ്യത്തില്ല. കാരണം ഒരു ടൈറ്റ് ടൈം സ്കെഡ്യൂളിൻ്റെ ആ ഒരു ടൈറ്റ്നെസ് ഫീൽ ചെയ്യത്തില്ല. കുറച്ചും കൂടെ നമ്മൾ റിലാക്സ്ഡ് ആവും. അപ്പോൾ നിങ്ങൾ ആ സി പാർട്ടൊക്കെ എസ്പെഷ്യലി കുട്ടികൾക്ക് കൺഫ്യൂഷൻ വരുന്ന ഏരിയാസ് ആണ്. സോ അതൊക്കെ നിങ്ങൾ ശ്രദ്ധിച്ച് റിലാക്സ്ഡ് ആയിട്ട് ചെയ്ത്, അപ്പോൾ അറ്റ് ദ സെയിം ടൈം നമ്മൾക്ക് ടൈമിനെ പറ്റിയിട്ടൊരു അവയർനെസ് തീർച്ചയായിട്ടും ഉണ്ടാവുകയും ചെയ്യാം. ഓക്കെ, നമ്മൾ പറഞ്ഞത് പാനിക് ആവാതിരുന്നാൽ ഇതെല്ലാം നമുക്ക് പ്രോപ്പറായിട്ട് ചെയ്യാൻ പറ്റും. നമ്മൾ പെട്ടെന്ന് പാനിക്കായി അല്ലെങ്കിൽ ഡെസ്പറേറ്റ് ആയിട്ട് ഇരിക്കുകയാണെങ്കിൽ ഒരുപക്ഷെ നമ്മൾ ചില ക്വസ്റ്റ്യനിൽ സ്റ്റക്കായി പോകാം. അല്ലെങ്കിൽ നമ്മൾ വളരെയധികം എന്ത് ഫോക്കസ് ചെയ്ത് വായിച്ചാലും ഒരുപക്ഷെ മനസ്സിലാവണമെന്നില്ല. സോ വളരെ കൂളായിട്ട് എടുക്കുക. സോ പറഞ്ഞതുപോലെ ഡോൺ വറി അബൌട്ട് ദ റിസൾട്ട്സ്. നമ്മൾ നന്നായിട്ട് അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞാൽ റിസൾട്ട്സ് ഒക്കെ തന്നെ വന്നോളും. സോ ഒരുപാട് ഓവർ ബേർഡൻ എടുത്ത് തല വയ്ക്കാതെ കൂളായിട്ട് എല്ലാവരും അറ്റൻഡ് ചെയ്യുക എന്നുള്ളതാണ്. ഓക്കെ. Cecilia, good evening. Priya, good evening. Ashwati, good evening. Hi, Padma, good evening. So I would like to know how many of you are writing exams ടുമോറോ. അപ്പോൾ ഈ കൂട്ടത്തിൽ ഇപ്പോൾ നമുക്ക് കമൻറ്റ് ചെയ്തതും മെസ്സേജ് ചെയ്തതും വ്യൂ ചെയ്യുന്നതുമായ സ്റ്റുഡൻസിൽ എത്ര പേര് നാളെ എക്സാം എഴുതുന്നുണ്ടെന്ന് പറയുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് എക്സാം റിലേറ്റഡ് ആയിട്ട് എന്ത് ഡൗട്ട്സ് ഉണ്ടെങ്കിലും നമുക്ക് ഈ സമയത്ത് ക്ലാരിഫൈ ചെയ്യാം. ചിലപ്പോൾ നിങ്ങൾക്ക് മാത്രമല്ലായിരിക്കും ആ ഡൗട്ട് ഉള്ളത്, പക്ഷെ നിങ്ങൾ റേസ് ചെയ്യുമ്പോഴത്തേക്കും ബാക്കി സ്റ്റുഡൻസിനും കൂടെ അത് ഭയങ്കര എഫക്റ്റീവ് ആവുകയാണ് അല്ലേ. സോ എക്സാമ്പിൾ നമ്മളിപ്പം ബൂസ്റ്റർ ക്ലാസ് ഒക്കെ റൺ ചെയ്യാൻ നേരത്ത് നമ്മളിപ്പം ലാസ്റ്റ് 1 week ഫുൾ നമ്മൾ മോക്ക് ടെസ്റ്റ് ആണ് കണ്ടക്ട് ചെയ്യുന്നത്. ലൈവ് മോക്ക് ടെസ്റ്റ് ആണ്. അതെ, അത് നമ്മൾ ഇംപ്ലിമെന്റ് ചെയ്യാനുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞാൽ തന്നെ എസ്പെഷ്യലി ഓൺലൈൻ പ്രിപ്പയർ ചെയ്യുന്ന സ്റ്റുഡൻസ് ഒരു പക്ഷേ ദേ മേ നോട്ട് ബി ഫോക്കസ്ഡ് ഓൺ ടൈം. ഫോക്കസ് ചെയ്യാതെ ഒരു പക്ഷേ സമയത്തിനെ പറ്റി വറീഡ് ആവാതെ ചെയ്യുന്ന കുട്ടികളുണ്ടെങ്കിൽ അതുപോലെ തന്നെ കംഫർട്ടബിൾ സോണിലിരുന്ന് പ്രിപ്പയർ ചെയ്യുന്ന കുട്ടികളാണല്ലേ ഓൺലൈൻ അറ്റ്മോസ്ഫിയറിൽ. അപ്പം എക്സാമിന് മുമ്പുള്ളൊരു 1 week എക്സാം പ്രഷർ ഒന്ന് മാറ്റി വെക്കാനായിട്ട് നമ്മൾ കണ്ടിന്യൂസ് മോക്ക് ടെസ്റ്റ് പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പോൾ എല്ലാ ദിവസവും മൾട്ടിപ്പിൾ ടൈം സ്കെഡ്യൂളിൽ നമ്മൾ ഈ മോക്ക് ടെസ്റ്റ് റൺ ചെയ്യുകയാണ് ലൈവായിട്ട്. അപ്പോൾ കൃത്യം ടൈം മാനേജ്മെൻറ്റ് കൊടുത്ത് ആ സമയത്തിനുള്ളിൽ അവർ ആൻസേഴ്സ് സബ്മിറ്റ് ചെയ്ത് അപ്പോൾ തന്നെ അതിൻ്റെ ഡിസ്കഷൻസ് വാങ്ങിച്ച് അതിൻ്റെ ആൻസേഴ്സിൻ്റെ സ്കോർ വാങ്ങിച്ച് റൈറ്റിംഗ് ഒക്കെ ആണെങ്കിലും അവർ എഴുതി അയച്ച് ഞാൻ പേഴ്സണലി ലാസ്റ്റ് 1 week എക്സാം എഴുതുന്ന എല്ലാ കുട്ടികൾക്കും പേഴ്സണലി കറക്ഷൻസ് കൊടുത്താണ് നമ്മളത് അത്രയും ഇൻറ്റൻസീവ് ആയിട്ടുള്ള ക്ലാസ്സുകൾ കൊടുത്തിട്ടാണ് മോക്ക് ടെസ്റ്റിനൊക്കെ പ്രിപ്പയർ ചെയ്യുന്നത്. തീർച്ചയായിട്ടും. അപ്പോൾ അവർ ഒത്തിരി ഡൗട്ട്സ് പുതുതായിട്ട് അല്ലേ, അവർ ചെറിയ ഡൗട്ട്സ് ആയിരിക്കും, എന്നാലും ക്ലാരിഫൈ ചെയ്ത് പോവാണ്. അപ്പം ഒരാൾ ചോദിക്കുമ്പോഴേക്കും ദാറ്റ് ഇസ് ബെനിഫിറ്റിംഗ് ദ ഹോൾ ക്ലാസ്. അപ്പോൾ നിങ്ങൾ എപ്പോഴും നിങ്ങൾ ഏത് ക്ലാസ് അറ്റൻഡ് ചെയ്യാൻ നേരത്തും നമ്മളാണ് ആക്ച്വലി അതിനു വേണ്ടി റെഡി ആയിട്ടിരിക്കുന്നത്. സോ യു ഹാവ് ടു ടേക്ക് ദ ഇനിഷ്യേറ്റീവ് ആൻഡ് ആസ്ക് ക്വസ്റ്റ്യൻസ്. ലെറ്റ് ഇറ്റ് ബി എ സിലി ക്വസ്റ്റ്യൻ ഓർ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ, ഡസൻറ്റ് മാറ്റർ. നമ്മൾ എപ്പോഴും ആ ചോദ്യങ്ങൾ ചോദിച്ച് നമ്മുടെ ക്വസ്റ്റ്യൻസും ഡൗട്ട്സും എല്ലാം ക്ലാരിഫൈ ചെയ്തിട്ടുണ്ടാവണമെന്ന് ഉറപ്പാക്കണം. സോ നമ്മളാണെങ്കിൽ ഓരോ സ്റ്റുഡൻസിനോടും എടുത്തെടുത്ത് ചോദിക്കുന്നത് ക്ലിയർ ആണോ, റെസ്പോൺസ് കിട്ടുന്നവരെ നമ്മൾ വെയിറ്റ് ചെയ്തിട്ടാണ് നമ്മൾ കണ്ടിന്യൂ ചെയ്ത് പോകുന്നത്, മാസ്റ്റർ ക്ലാസ്സസ് ഒക്കെ ആണെങ്കിലും. സോ ഇറ്റ് ഇസ് സോ ഇമ്പോർട്ടൻറ്റ്. അപ്പോൾ ഇവിടെയാണെങ്കിലും നിങ്ങൾക്ക് യു ക്യാൻ ആക്ച്വലി mark your presence. Yes, there are students who are actually
letting us know that they're writing examination. I'm writing exam tomorrow. Very good. That is the spirit. Jesse, hi, good evening. Shirley, Bessie, good evening. Silja, good evening. And Lenny, good evening. Raki, good evening. Good evening to all. Actually, good evening. Ella, sir, no, Good evening, good evening. okay, fine. So we have a question right now. What type of letter can be expected in the examination? Oh, wow. That's actually an interesting question to be asked. Well, do you have an answer for that? It has to be answered after the exam, I guess. എക്സാമിനേഷൻ എന്നാലും നമ്മൾ ലാസ്റ്റ് ടൈം നടന്ന എക്സാംസിൽ നിന്നൊക്കെ നമുക്ക് എന്താണ് നോക്കാൻ പറ്റുക? ഡെഫിനറ്റ്ലി എല്ലാ ടൈപ്പ് ഓഫ് ലെറ്ററും നമ്മൾ പ്രതീക്ഷിച്ചിരിക്കണമെങ്കിൽ പോലും ലാസ്റ്റ് 2 ടൈംസ് എന്തൊക്കെ ലെറ്റർ സെപ്റ്റംബർ ആണ്? തന്നെ നമുക്ക് 2 എക്സാംസ് ഉണ്ടായിരുന്നു. ഓൺ 3 സെപ്റ്റംബർ exams in fact. this is the third Third exam. Yeah. exam, sorry. September 2nd and September 16th. September 2-ന് it was a transfer letter. I think we have already discussed that. And September 16th-ലേക്ക് വരികയാണെങ്കിൽ നമുക്ക് നോൺ കേസ് ലെറ്റർ ആയിരുന്നു വന്നിരുന്നത്. സോ അങ്ങനെ ഒരു പാറ്റേൺ OIT ഫോളോ ചെയ്യുന്നില്ല. ഇപ്പം നോൺ കേസ് ലെറ്റർ ആണെങ്കിൽ പോലും 2ഉം 3ഉം തവണയും അവർ അടുപ്പിച്ച് നോൺ കേസ് ലെറ്റേഴ്സ് തന്നെ എഴുതിയിട്ടുണ്ട്. സോ അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ പ്രഡിക്റ്റ് ചെയ്യാം എന്ന് പറയുന്നത് ഇറ്റ്സ് ക്വൈറ്റ് ഡിഫിക്കൽട്ട് ടാസ്ക്. ബട്ട് ഐ തിങ്ക് യു ക്യാൻ എക്സ്പെക്ട് എ ഹോം വിസിറ്റ് ലെറ്റർ. പ്രോബബിലിറ്റി കൂടുതലുള്ളൊരു ഇപ്പം കുറച്ച് നാളായി ഹോം വിസിറ്റ് ലെറ്റേഴ്സ് വന്നിട്ട്. സോ ഐ തിങ്ക് പക്ഷേ അതും ഇനി പോസ്റ്റ്പോൺ ചെയ്ത് ഇനി കുറെ നാൾ കഴിഞ്ഞിട്ട് ചോദിക്കാനായിട്ട് വെച്ചിരിക്കുകയായിരിക്കും തീർച്ചയായിട്ടും. സോ ഹോം വിസിറ്റ് ലെറ്റർ വരും എന്നല്ല, എന്നാലും അതിനൊരു കുറെ നാളായിട്ട് വന്നിട്ടില്ല എന്നുള്ളതാണ്. ബട്ട് ദെൻ അഗൈൻ ഒരു ട്രാൻസ്ഫർ ലെറ്റർ റിപ്പീറ്റ് ചെയ്യാനോ അല്ലെങ്കിൽ സിമിലർ കൈൻഡ് ഓഫ് ലെറ്റർ ഡെഫിനറ്റ്ലി റിപ്പീറ്റ് ഇപ്പം ചെയ്യാനോ ലാസ്റ്റ് ടൈം നോൺ കേസ് ലെറ്റർ ആണ് വന്നതെന്ന് വിചാരിച്ചിട്ട് ഈ തവണ നോൺ കേസ് വരണമെന്നില്ല. ഇപ്പം ഓഗസ്റ്റിൽ ആണെന്ന് തോന്നുന്നു 2 തവണ നമുക്ക് അടുപ്പിച്ച് നോൺ കേസ് ലെറ്റേഴ്സ് വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ ഒരു തവണ വന്നില്ല, പിന്നെയും നോൺ കേസ് ലെറ്റർ വന്നു. സോ കഴിഞ്ഞ ഒരു 3-4 എക്സാംസിൽ നോക്കുകയാണെങ്കിൽ നോൺ കേസ് ലെറ്റേഴ്സിൻ്റെ ഒരു പ്രോബബിലിറ്റി അല്ലെങ്കിൽ നോൺ കേസ് ലെറ്റേഴ്സിൻ്റെ പ്രപ്പോർഷൻ വളരെ കൂടുതലായിരുന്നു. സോ ഐ തിങ്ക് അവരൊരു ചേഞ്ചിന് വേണ്ടിയിട്ട് നോൺ കേസ് ലെറ്ററിൻ്റെ ചാൻസ് ഒരു പക്ഷേ കുറവായിരിക്കും. ലൈക്ക് കഴിഞ്ഞ എക്സാം മാത്രമല്ല, ഇപ്പോൾ ഓഗസ്റ്റ് നോക്കുകയാണെങ്കിലും നോൺ കേസ് ലെറ്റേഴ്സ് അടുപ്പിച്ച് 2 പ്രാവശ്യം വന്നു. ഓൾറെഡി ഈ മാസം സെപ്റ്റംബർ 16-ന് ഫാമിലി GP പേഷ്യൻസിൻ്റെ ഫാമിലി GPക്ക് ഒരു നോൺ കേസ് ലെറ്റർ വന്നിട്ടുണ്ടായിരുന്നു. So I think they might go with some other kind of question like home visit or something. എന്തായാലും നമുക്കത് നിങ്ങളെ കണ്ടിട്ട് പറയേണ്ടി വരും. സോ എന്താണെങ്കിലും ഇപ്പം നോൺ കേസ് ലെറ്റർ ആണെങ്കിലും എമർജൻസി ലെറ്റർ ആണെങ്കിലും ട്രാൻസ്ഫറോ ഹോം വിസിറ്റ് വാട്ട് എവർ വിത്ത് ലെറ്റർ, നിങ്ങൾ ക്വസ്റ്റ്യൻ നന്നായിട്ട് വായിച്ച് മനസ്സിലാക്കുക എന്നുള്ളതാണ്. നന്നായിട്ട് ക്വസ്റ്റ്യൻ വായിച്ച് മനസ്സിലാക്കി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും റൈറ്റിംഗ് മൊഡ്യൂൾ നമുക്ക് വളരെ സിമ്പിളായിട്ട് തന്നെ റിക്വയർഡ് സ്കോറിലേക്ക് എത്തിക്കാനായിട്ട് സാധിക്കും. Okay. How to write the date in letter? ഹൗ ടു റൈറ്റ് ദ ഡേറ്റ് ഫോർമാറ്റ് എന്ന് പറയുന്നത് പല രീതിയിൽ നമുക്ക് എഴുതാം. ഫോർ എക്സാമ്പിൾ ഡേ, മന്ത്, ഇയർ എഴുതാം, അല്ലെങ്കിൽ മന്ത്, ഡേറ്റ്, ഇയർ എഴുതാം. അങ്ങനെ ഒരുപാട് ഫോർമാറ്റ്സ് ഉണ്ട്. ഞാൻ അതെല്ലാം പറഞ്ഞ് കൺഫ്യൂസ് ചെയ്യുന്നില്ല. ഐ തിങ്ക് മോസ്റ്റ് ഓഫ് ദ സ്റ്റുഡൻസ് ആർ ഗോയിങ് വിത്ത് എ പാറ്റേൺ ഓഫ് ഡേ, മന്ത് ആൻഡ് ഇയർ. ആ ഒരു പാറ്റേൺ ആണ് നല്ല ശതമാനം കുട്ടികളും ഇപ്പോഴും പ്രിപ്പയർ ചെയ്യുന്ന വിചാരിക്കുന്നു. സോ ഐ തിങ്ക് ദാറ്റ് ഇസ് സെയിം യു ക്യാൻ ഡു ദ എക്സാമിനേഷൻ. സോ ഡേറ്റ് ഓഫ് ബർത്ത്, ഇപ്പം ലേ ഔട്ടിലേക്ക് വരികയാണെങ്കിൽ പല കുട്ടികളും കൺഫ്യൂസ്ഡ് ആണ്. സർ വെദർ ഷുഡ് ഐ ഗോ ഫോർ ഏജ് ഓർ വെദർ ഷുഡ് ഐ റൈറ്റ് ഡേറ്റ് ഓഫ് ബർത്ത്. ഡെഫിനറ്റ്ലി നിങ്ങളുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ നിങ്ങൾ പ്രാക്ടീസ് ചെയ്ത് അൺഒഫീഷ്യൽ ക്വസ്റ്റ്യൻസ് ആണെങ്കിൽ എനിക്കറിയില്ല, ഒഫീഷ്യൽ ക്വസ്റ്റ്യൻസ് ആണ് നിങ്ങൾ പ്രിപ്പയർ ചെയ്തിട്ടുള്ളതെങ്കിൽ ഇങ്ങനെയാണ് അതിൻ്റെ പാറ്റേൺ വരിക. ഡേറ്റ് ഓഫ് ബർത്ത് എല്ലാ കേസ് നോട്ട്സിലും ഉണ്ടാവും. കൃത്യമായിട്ടുള്ള 15 May 1956 എന്ന് പറയുന്ന പോലെ ഡേറ്റ് ഓഫ് ബർത്ത് ഉണ്ടാവാം. ഇൻ ബ്രാക്കറ്റ് ദേ വിൽ ഡെഫിനറ്റ്ലി പ്രൊവൈഡ് യു വിത്ത് ഏജ് ലൈക്ക് 75 ഇയർ ഓൾഡ് ഒന്നും ഉണ്ടാവില്ല, YO എന്ന് കൃത്യമായിട്ട് ഉണ്ടാവും. സോ ഡേറ്റ് ഓഫ് ബർത്തും ഉണ്ടാവും, ഏജും ഉണ്ടാവും, ഏതൊരു കേസ് നോട്ട് എടുത്താലും. സോ ദാറ്റ് ഈസ് ടു ബി ടേക്കൻ കെയർ. അപ്പം ഏജ് അല്ല നമ്മൾ ഒരിക്കലും ലേ ഔട്ടിൽ എഴുതേണ്ടത്. ഇറ്റ്സ് നോട്ട് ഡേറ്റ് ഓഫ് ബർത്ത് ഓർ ഏജ്. ഡെഫിനറ്റ്ലി നിങ്ങൾ ലേ ഔട്ടിൽ എഴുതേണ്ടത് ഡേറ്റ് ഓഫ് ബർത്ത് ആണ്. ബിക്കോസ് ഒഫീഷ്യലി നമ്മളെല്ലായിടത്തും ചോദിക്കുന്നത് ഏജ് അല്ല. ഒഫീഷ്യൽ റെക്കോർഡ്സിലെല്ലാം വരുന്നത് നമ്മുടെ ഡേറ്റ് ഓഫ് ബർത്ത് ആണ് അല്ലേ. സോ നമ്മൾ റെഫറൻസ് വയ്ക്കുമ്പോൾ പേഷ്യൻറ്റിൻ്റെ പേരും ഡേറ്റ് ഓഫ് ബർത്തുമാണ് റെഫറൻസിൽ ലേ ഔട്ടിൽ വയ്ക്കുന്നത്. ആൻഡ് നമ്മൾ എഴുതുന്ന ടുഡേയ്സ് ഡേറ്റ് ആയിട്ട് ലേ ഔട്ടിൽ ആദ്യമായിട്ട് എഴുതുന്നത് ഫോർ എക്സാമ്പിൾ ഒബ്വിയസ്ലി നാളെയും ഒരു പക്ഷേ ടുഡേയ്സ് ഡേറ്റ് 7 January 2023 തന്നെ ആയിരിക്കാം. കഴിഞ്ഞ കുറേ എക്സാംസിന് 2023 എല്ലാം ഓൾമോസ്റ്റ് എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറിലും ടുഡേയ്സ് ഡേറ്റ് 7 January 2023 തന്നെയായിരുന്നു. സോ ദാറ്റ് ക്യാൻ ബി എക്സ്പെക്റ്റഡ് ഇൻ ടുമോറോസ് എക്സാം ടു. അപ്പം അങ്ങനെയാണെങ്കിൽ നമ്മൾ ആദ്യം തന്നെ ഡേറ്റ് എഴുതുന്നു 7 January 2023. ഡേറ്റ് ഓഫ് ബർത്തും അതേ ഫോർമാറ്റ് ആയിരിക്കണം. അതുപോലെ നമ്മൾ ലെറ്ററിൽ കണ്ടന്റ് എഴുതുമ്പോൾ വി മൈറ്റ് ഹാവ് ടു യൂസ് ഡേറ്റ്സ് ഇൻ ബിറ്റ്വീൻ ഇഫ് ഇറ്റ് ഈസ് നെസസറി ഫോർ ദ റീഡർ. അപ്പോൾ അത് നെസസറി ആണെങ്കിൽ ഡേറ്റുകൾ നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുമ്പോഴും അതേ ഫോർമാറ്റ് തന്നെ ഫോളോ ചെയ്യുക. ഒരു തവണ നമ്മൾ ഡേ, മന്ത്, ഇയർ എഴുതിയിട്ട് താഴെ വെറൈറ്റിക്ക് നമ്മൾ മന്ത്, ഡേ,
ഇയർ അല്ലെങ്കിൽ ഇയർ ഫോളോ ചെയ്യരുത്. ഒരേ ഫോർമാറ്റ് തന്നെ ഫോളോ ചെയ്യുക ത്രൂ ഔട്ട് യുവർ ലെറ്റർ. സോ ദാറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. ആൻഡ് യെസ്. Okay, so I have a question from Raki Santosh. Ma'am, if role play card says that the patient has been called to bedside, how we need to start the conversation? Patient have been called to bedside, how we... Okay. Um, well, I didn't get that properly. എനിക്കത് actually അത് clear ആയില്ല question. But if I can explain you the scenario. നമുക്ക് ഡിഫറെൻ്റ് ആയിട്ടുള്ള സിനാരിയോ നമുക്ക് ഒന്ന് പറഞ്ഞു നോക്കാം. ഇതിൽ ഏതെങ്കിലും ആണ് രാഖി ഉദ്ദേശിച്ചെങ്കിൽ ഐ ഹോപ്പ് you might get the clear answer. Okay, so വളരെ ഇൻട്രൊഡക്ഷനിലാണ് കൺഫ്യൂഷൻ എങ്കിൽ you do not have to get worried about, കാരണം വളരെ ലിമിറ്റഡ് ആയിട്ടുള്ള ഇൻട്രൊഡക്ഷൻ മാത്രമാണ് OET സിനാരിയോ പ്രസൻറ്റ് ചെയ്യാറുള്ളത്. ഓക്കെ, സിനാരിയോ പ്രസൻറ്റ് ചെയ്യുമ്പോൾ നമുക്ക് തരാറുള്ളത് ഫസ്റ്റ് ഓഫ് ഓൾ എന്ന് പറയുന്നത്, നമ്മൾ പേഷ്യൻറ്റിനെ കാണാനായിട്ട് ഹോസ്പിറ്റൽ വാർഡ് ആയിക്കൊള്ളട്ടെ, ക്ലിനിക് ആയിക്കൊള്ളട്ടെ, എവിടെയാണോ നേഴ്സ് പേഷ്യൻറ്റിനെ കാണാനായിട്ട് ചെല്ലുന്ന ഒരു സിനാരിയോ. സോ അവിടെ നമ്മൾ ഒഫീഷ്യലായിട്ട് തന്നെ നമ്മളുടെ പേര് പറഞ്ഞ് പേഷ്യൻറ്റിൻ്റെ പേര് കൺഫേം ചെയ്ത് നമ്മൾ വന്ന പേർപ്പസ് എന്താണെന്ന് പറഞ്ഞ് സ്റ്റാർട്ട് ചെയ്യുകയാണ് സാധാരണ ചെയ്യാറ്. And also we sometimes I ask my students to summarize the patient's condition also. You have admitted in the hospital for dash and dash purpose and I'm here to check your progress. ആ ഒരു രീതിയിൽ സ്റ്റാർട്ട് ചെയ്യാനാണ് പറയാറ്. This is the one situation that we see. The second situation is patient is visiting us. Patient നമ്മളെ വിസിറ്റ് ചെയ്യുന്ന സിറ്റുവേഷൻ, കമ്മ്യൂണിറ്റി ഹെൽത്ത് സെൻറ്റർ ആയിക്കൊള്ളട്ടെ, ക്ലിനിക് ആയിക്കൊള്ളട്ടെ, ഇങ്ങനെ ഒരു സിറ്റുവേഷൻ ആണ് പേഷ്യൻറ്റ് നമ്മളെ വിസിറ്റ് ചെയ്യുന്ന ഒരു സിറ്റുവേഷൻ. ബട്ട് ഇൻ സച്ച് സിറ്റുവേഷൻ വി നോ ദ സിനാരിയോ, അതായത് കൺഫേം ചെയ്തിട്ടാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇറ്റ് ക്യാൻ ബി എ സ്കെഡ്യൂൾഡ് അപ്പോയിൻമെൻറ്റ്. ഫോർ എക്സാമ്പിൾ വാക്സിനേഷൻ സ്കെഡ്യൂൾ ചെയ്തിട്ടുള്ള ഒരു പേഷ്യൻറ്റ് വാക്സിനേഷൻ്റെ ഡൗട്ട്സുമായിട്ട് നമ്മളുടെ അടുത്ത് വരുന്നു. സോ ഫസ്റ്റ് ബുള്ളറ്റ് പോയിന്റ് വിൽ ബി ദ കൺഫേം റീസൺ ഫോർ പേഷ്യൻസ് വിസിറ്റ് എന്നുള്ളതാണ്. പേഷ്യൻറ്റ് ഇങ്ങോട്ടാണ് വിസിറ്റ് ചെയ്യുന്നതെങ്കിൽ പോലും പേഷ്യൻറ്റ് എന്തിനാണ് വിസിറ്റ് ചെയ്തതെന്ന് നമുക്ക് അറിയാവുന്ന സിറ്റുവേഷൻ. The third situation is similarly the patient is visiting the nurse but we have no idea why the patient is visiting. That is a proper unknown case. അതാണ് പ്രോപ്പർ ആയിട്ടുള്ള unknown case. പേഷ്യൻറ്റ് നമ്മളെ വിസിറ്റ് ചെയ്യുന്നു പക്ഷെ നമുക്ക് അറിയത്തില്ല. അപ്പോൾ ഫസ്റ്റ് ബുള്ളറ്റ് പോയിന്റിൽ യാതൊരുവിധ സംശയവും വേണ്ട എന്തായിരിക്കും എന്നുള്ള കാര്യത്തിൽ. ഫൈൻഡ് ഔട്ട് ദ റീസൺ ബിഹൈൻഡ് ദ വിസിറ്റ് ഓർ എക്സ്പ്ലെയിൻ ദ റീസൺ ബിഹൈൻഡ് ദ വിസിറ്റ്, പേഷ്യൻസ് വിസിറ്റ്. ഐ മീൻ പേഷ്യൻറ്റ് ഇങ്ങോട്ട് വരുന്നത് എന്തിനാണെന്ന്, അല്ലെങ്കിൽ സോറി എക്സ്പ്ലെയിൻ അല്ല, ഫൈൻഡ് ഔട്ട് ഓർ ആസ്ക് ഓർ എക്സ്പ്ലോർ. അതായത് നമ്മൾ അങ്ങോട്ട് ചോദിക്കണം, എന്തിനാ വന്നതെന്ന് ചോദിക്കണം. അതായിരിക്കും നമ്മുടെ ആദ്യത്തെ ടാസ്ക്. സോ 3 സിനാരിയോ നമ്മൾ ഓൾറെഡി എക്സ്പ്ലെയിൻ ചെയ്തു. നാലാമത്തെ എന്ന് പറയുന്നത് ജസ്റ്റ് എക്സാമിൻ ചെയ്തു, നമ്മൾ പേഷ്യൻറ്റിനെ എക്സാമിൻ ചെയ്ത് ശേഷമുള്ള നമ്മളുടെ ഒരു ഇൻട്രൊഡക്ഷൻ ആണ്. സോ അവിടെ നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല, പേഷ്യൻറ്റിൻ്റെ പേര് ചോദിക്കേണ്ട ആവശ്യമില്ല, കാരണം എക്സാമിനേഷന് ശേഷമുള്ള ഒരു സിനാരിയോ ആണ്. അതാണ് ഒരു നാലാമത്തെ സിനാരിയോ ആയിട്ട് വരുന്നത്. പിന്നെ ഒരു അഞ്ചാമത്തത് നമുക്ക് വേണമെങ്കിൽ പറയാം എങ്കിൽ ഇറ്റ്സ് ലൈക്ക് ഫൈൻഡ് ഔട്ട് ദ റീസൺ ബിഹൈൻഡ് ദ റിക്വസ്റ്റ് ടു സീ യു. അതായത് പേഷ്യൻറ്റ് നമ്മളെ റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ട് കാണണമെന്ന്. സോ വി നോ ദാറ്റ് വൺ പേഷ്യൻറ്റ് ഇസ് റിക്വസ്റ്റഡ് ടു സീ അസ്. പക്ഷേ എന്തിനാണ് പേഷ്യൻറ്റ് ഇപ്പോൾ റിക്വസ്റ്റ് ചെയ്തതെന്ന് നമുക്ക് അറിയത്തില്ല. അപ്പോൾ നമ്മൾ ഒരു അൺനോൺ ആയിട്ട് തന്നെ നമ്മൾ സ്റ്റാർട്ട് ചെയ്യും. Can I know? I understand that you requested to see me. Can I know the reason behind that request? So ഇങ്ങനെയുള്ള ഇൻട്രൊഡക്ഷൻസ് മാത്രമാണ്, ലിമിറ്റഡ് ആയിട്ടുള്ള ഇൻട്രൊഡക്ഷൻ ആണ്. ഈ പറഞ്ഞതിൽ ഏതെങ്കിലും ആണോ രാഖി ഉദ്ദേശിച്ചതെന്നൊന്ന് ക്ലാരിഫൈ ചെയ്യുക കേട്ടോ. സോ ദിസ് ഈസ് ഹൗ വി സ്റ്റാർട്ട് ദ കോൺവെർസേഷൻ. അപ്പം എനിക്ക് തോന്നുന്നു ജസ്റ്റ് എക്സാമിൻ കേസിൻ്റെതായിരിക്കും ചോദിച്ചത്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇറ്റ് ഇസ് ലൈക്ക് താങ്ക് യു ഫോർ ദ കോപ്പറേഷൻ, ഐ ഹവ് കംപ്ലീറ്റഡ് ദ എക്സാമിനേഷൻ. ആ ഒരു രീതിയിലായിരിക്കും നമ്മൾ സ്റ്റാർട്ട് ചെയ്യുക. ഐ ഹോപ്പ് ഇറ്റ് ഇസ് ക്ലിയർ. സോ ഇപ്പം അങ്ങനെ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടില്ലെങ്കിൽ നിങ്ങളതൊന്ന് ലാസ്റ്റ് മിനിറ്റ് ആണെങ്കിൽ പോലും ഇൻട്രൊഡക്ഷൻ്റെ കാര്യമാണ്, ഒരു 5 ഇൻട്രൊഡക്ഷനെ ഞാനിപ്പോൾ പറഞ്ഞിട്ടുള്ളൂ, അത് നിങ്ങളൊന്ന് സെറ്റ് ചെയ്ത് വെക്കുക. ദാറ്റ് വുഡ് ബി റിയലി ഗുഡ് ഫോർ യു. ഓക്കെ, വി ആർ ഗെറ്റിംഗ് ക്വസ്റ്റ്യൻസ് ഇൻ യൂട്യൂബ് ആസ് വെൽ. സോ അത് സാർ ചെക്ക് ചെയ്യുമായിരിക്കും അല്ലേ ഇപ്പോൾ? ഓക്കെ, ഫൈൻ. സോ ഓൾറൈറ്റ്, is interlocutors marking our speaking exam? Actually no. അത് നിങ്ങൾ എല്ലാവരും പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. നമ്മുടെ ഫ്രണ്ടിൽ ഇരിക്കുന്ന ആളല്ല നമുക്ക് മാർക്ക് ഇടുന്നത് നമ്മുടെ റെക്കോർഡിങ്സ് കേട്ടതിന് ശേഷം എക്സാമിനർ, ദാറ്റ് വി ഡു നോട്ട് സീ എക്സാമിനർ നമ്മളെയും കാണുന്നില്ല, നമ്മൾ എക്സാമിനറിനെയും കാണുന്നില്ല. ദ only connection between us is audio ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ I make sure that my students sound very smart in the examination. So the only thing in the last day ഞാൻ അവരെ എപ്പോഴും ഓർമ്മിപ്പിക്കാറുള്ള ഒരേ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ വളരെ വളരെ സ്മാർട്ടായിട്ട് നിങ്ങളുടെ സൗണ്ട് ഉണ്ടായിരിക്കണം എന്നുള്ളതാണ്. ആ സ്മാർട്ട്നെസ്സിൽ നിങ്ങളുടെ കോൺഫിഡൻസ് ഉണ്ടായിരിക്കണം. ആൻഡ് യു ഷുഡ് ബി പൊലൈറ്റ് ഓൾസോ ബിക്കോസ് യു ആർ ദ സർവീസ് പ്രൊവൈഡർ. സോ ഈ 3 കാര്യങ്ങൾ, സ്മാർട്ട് ആയിരിക്കണം, കോൺഫിഡൻ്റ് ആയിരിക്കണം ആൻഡ്
definitely your language should be very very polite. So ബാക്കി ഇംഗ്ലീഷ് ലാംഗ്വേജ് പ്രാക്ടീസ് ഒക്കെ ബൈ നൗ നിങ്ങൾ പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടാവും, അല്ലെങ്കിൽ അത് നമ്മൾ ലാസ്റ്റ് മിനിറ്റ് പറയേണ്ട ഒരു കാര്യമല്ല, ഒരു ഫാക്ടർ അല്ല. ഇഫ് യു ഹാവ് ഗോട്ട് ഇനഫ് ഗുഡ് ട്രെയിനിങ് then your language would have definitely improved. So അതിനുശേഷം ഒരു ലാസ്റ്റ് മിനിറ്റ് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ കോൺഫിഡൻസ് ഇൻ യുവർ സൗണ്ടിലുള്ള കോൺഫിഡൻസ്. നിങ്ങൾ ഐ കോണ്ടാക്ട് വെക്കുകയോ വെക്കാതിരിക്കുകയോ ചെയ്യോ ഡസൻ മാറ്റർ, ബട്ട് ദെൻ യുവർ സൗണ്ട് ഷുഡ് ഹാവ് ദറ്റ് ഐ കോണ്ടാക്ട്. അതായത് സൗണ്ടിൽ നിങ്ങൾ ആ പേഷ്യൻറ്റിനെ കെയർ ചെയ്യുന്നുണ്ട്, പേഷ്യൻറ്റിനെ ലിസൺ ചെയ്യുന്നുണ്ട്, പേഷ്യൻറ്റിൻ്റെ എല്ലാ ക്വയറീസും തീർത്തു കൊടുക്കുന്നുണ്ട് എന്നുള്ള രീതിയിൽ പോയാൽ that would be really really good, that would be impressive. Okay, and what is the question in the YouTube? Shahbana has asked a question. സർ, സോഷ്യൽ വർക്കറിനുള്ള ലെറ്റർ എഴുതുന്ന ഒന്ന് ബ്രീഫ് ആയി പറയാമോ, എസ്പെഷ്യലി ഡേറ്റ സെലക്ഷൻ? ഓക്കെ, ദാറ്റ്സ് എ ഗുഡ് ക്വസ്റ്റ്യൻ ആക്ച്വലി, ബിക്കോസ് സ്റ്റുഡൻസ് സ്റ്റിൽ ഹാവ് മിസ്അണ്ടർസ്റ്റാൻഡിങ്സ് വൈൽ ദ ഡീൽ വിത്ത് ലെറ്റേഴ്സ് ആസ്ക്ഡ് ഫോർ സോഷ്യൽ വർക്കേഴ്സ്. ഒരു സോഷ്യൽ വർക്കറിന് ആണ് ലെറ്റർ വരുന്നതെങ്കിൽ ഡെഫിനറ്റ്ലി സ്റ്റുഡൻസ് എല്ലാവരും ഫസ്റ്റ് ബോഡി പാരഗ്രാഫ് എന്ന് ചോദിക്കുമ്പോൾ തന്നെ മിക്കപ്പോഴും കിട്ടുന്നൊരു ആൻസർ എന്ന് പറയുന്നാൽ സോഷ്യൽ ഹിസ്റ്ററി എന്നുള്ളതാണ്. അപ്പോൾ സോഷ്യൽ ഹിസ്റ്ററിയിൽ പല കാര്യങ്ങളും ഉണ്ടാവാം അല്ലേ. ഇപ്പം മേ ബി ബിക്കോസ് പേഷ്യൻറ്റ് സ്മോക്ക് ചെയ്യുന്ന കാര്യം പറയുന്നുണ്ടാവാം, അല്ലെങ്കിൽ ആൽക്കഹോൾ കൺസംഷൻ ഉള്ളതാണെങ്കിൽ അതിനെപ്പറ്റി പറയുന്നുണ്ടാവാം, അല്ലെങ്കിൽ ഒരുപാട് ഹിസ്റ്ററി വേണമെങ്കിൽ ഫാമിലി ഹിസ്റ്ററി ഉണ്ടാവാം, ലൈക്ക് സോഷ്യൽ അല്ല എന്നാലും ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ടാവാം. സോ ഇത് സോഷ്യൽ വർക്കറിന് മാത്രമല്ല, ഏത് ലെറ്റർ എടുത്താലും ഫസ്റ്റ് ബോഡി പാരഗ്രാഫ് എന്ന് പറയുന്നത് ഒരു ഫോർമൽ ലെറ്റർ ആണെങ്കിൽ നമ്മളവിടെ എഴുതേണ്ടത് റീസൺ ഫോർ റൈറ്റിംഗ് ആണ്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഒരു ഹോം വിസിറ്റിന് നമ്മൾ ലെറ്റർ എഴുതുമ്പോൾ ആ നേഴ്സിനോട് നമ്മൾ ഫസ്റ്റ് ബോഡിയിൽ പറയുന്നത് എന്താണ്, ഈ പേഷ്യൻറ്റിനെ എന്തിനാണ് ഹോം വിസിറ്റിന് നമ്മൾ അയക്കുന്നത് എന്നുള്ളതിൻ്റെ റീസൺ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യുകയാണ് അല്ലേ. അതൊരിക്കലും പേഷ്യൻറ്റ് സ്മോക്ക് ചെയ്യുന്നതായിരിക്കില്ല, പേഷ്യൻ്റ് ആൽക്കഹോൾ കൺസംഷൻ ഉള്ളതുകൊണ്ടായിരിക്കില്ല, അല്ലെങ്കിൽ പേഷ്യൻറ്റിന് ഡയബറ്റീസിൻ്റെ ഹിസ്റ്ററി ഉള്ളതുകൊണ്ടായിരിക്കില്ല. സോ അതുകൊണ്ട് ഫസ്റ്റ് ബോഡി പാരഗ്രാഫിൽ നമ്മളൊരു ഹോം വിസിറ്റ് നേഴ്സിന് കണ്ടിന്യൂയിങ് കെയറിനായിട്ട് നമ്മൾ ലെറ്റർ എഴുതുമ്പോൾ ഈ പറയുന്ന സോഷ്യൽ ഹിസ്റ്ററിയും പാസ്റ്റ് മെഡിക്കൽ ഹിസ്റ്ററിയും പലപ്പോഴും എഴുതാറില്ല. അവിടെ കാരണമെന്ന് പറയുന്നത് ഒരു പക്ഷേ പേഷ്യൻ്റ് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയതിന് ആവാം, അതിനുശേഷമുണ്ടായ പ്രോഗ്രസ്സിന് ആവാം, നിലവിൽ പേഷ്യൻ്റ് നിൽക്കുന്ന അവസ്ഥ വരെ ആവാം അല്ലേ. ഒരു ഫോൾ ഉണ്ടായി, അതിനുശേഷം അതിന് കൺസർവേറ്റീവ് മാനേജ്മെൻറ്റ് കൊടുത്ത് നിലവിൽ പേഷ്യൻ്റ് ഒരു പ്രത്യേക ഫിസിക്കൽ കണ്ടീഷനിലായിരിക്കും നിൽക്കുന്നത്. ഇപ്പോൾ പേഷ്യൻ്റ് നിൽക്കുന്ന ആ ഒരു സ്റ്റേറ്റിൽ പേഷ്യൻറ്റിനൊരു നേഴ്സിൻ്റെ കണ്ടിന്യൂയിങ് കെയർ വേണ്ടി വരാം അല്ലേ. അതുകൊണ്ടായിരിക്കാം ഒരുപക്ഷെ നമ്മൾ പേഷ്യൻ്റ് ഡിസ്ചാർജ് ആയി പോയതിനു ശേഷവും ഒരു നേഴ്സിൻ്റെ ഹോം വിസിറ്റ് റിക്വയർ ചെയ്യുന്നത്. അപ്പോൾ അതിനെപ്പറ്റിയാണ് നമ്മൾ ഫസ്റ്റ് ബോഡിയിൽ എഴുതേണ്ടത്. ഇപ്പോൾ സോഷ്യൽ വർക്കറിന് ലെറ്റർ വന്നു കഴിഞ്ഞാൽ അവിടെ നിങ്ങൾ ചിന്തിക്കേണ്ട കാര്യം ഇത്രയേ ഉള്ളൂ, എന്തിനാണ് ഈ സോഷ്യൽ വർക്കറിന് ഞാൻ കത്തെഴുതുന്നത്. ഉദാഹരണത്തിന് പേഷ്യൻ്റ് ഹോസ്പിറ്റലിൽ അഡ്മിറ്റായ സമയത്ത് ഇദ്ദേഹത്തിന് ഫിനാൻഷ്യൽ കൺസ്ട്രെയിൻസ് വന്നു, അല്ലെങ്കിൽ അദ്ദേഹം ഒരു കോളേജിൽ പഠിക്കുന്ന ആളാണെങ്കിൽ കോളേജിൽ ആബ്സെൻ്റ് ആവുന്നു, അല്ലെങ്കിൽ പ്രോപ്പറായിട്ട് സെമസ്റ്റർ എക്സാം എഴുതാൻ പറ്റുന്നില്ല, അങ്ങനെ ഒരുപാട് ഇഷ്യൂസ്. ഒരു പക്ഷേ ഇതൊന്നും ഹോസ്പിറ്റലിൽ വന്നതോ ആയിട്ട് ബന്ധപ്പെട്ടതല്ല അല്ലേ. അദ്ദേഹം ഹോസ്പിറ്റലിൽ വന്നത് ഫോളായിട്ട് വന്നതായിരിക്കാം, വൂണ്ടുണ്ടെന്ന് മനസ്സിലാക്കി ഡ്രസ്സിങ് കൊടുത്തിട്ടുണ്ടാവാം, പെയിനിലുള്ള മെഡിക്കേഷൻ കൊടുത്തിട്ടുണ്ടാവാം, ഒരാഴ്ച മുകളിൽ അല്ലെങ്കിൽ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയിട്ടുണ്ടാവാം, നിലവിൽ അദ്ദേഹത്തിൻ്റെ കണ്ടീഷൻ സാറ്റിസ്ഫൈങ് ആയിരിക്കാം. പക്ഷേ ഈ സെയിം സമയത്ത് ഈ പേഷ്യൻറ്റിന് മറ്റ് പല ഇഷ്യൂസും ഉണ്ടാവാം, സംതിങ് റിലേറ്റഡ് ടു ദ സോഷ്യൽ കൺസേൺസ്. ഈ പറയുന്ന പോലെ ഫിനാൻഷ്യൽ കൺസ്ട്രെയിൻസ് ഉണ്ടാവാം, അല്ലെങ്കിൽ പേഷ്യൻറ്റിന് ഒരു പക്ഷേ ഡിപ്രഷൻ വന്നിട്ടുണ്ടാവാം. ചിലപ്പം ഇദ്ദേഹത്തിന് ഈ പറയുന്ന ഒരു കോളേജ് വിദ്യാർത്ഥിനിയാണെങ്കിൽ കോളേജിൽ ആബ്സെൻ്റ് ആയിട്ടുണ്ടാവാം, എക്സാം പ്രോപ്പറായിട്ട് എഴുതാൻ പറ്റുന്നുണ്ടാവില്ല. അപ്പം ഈ കോളേജിൽ എക്സാം എഴുതുന്നതിന് ബന്ധപ്പെട്ട് ഒരു പക്ഷേ നമ്മൾ യൂണിവേഴ്സിറ്റിക്ക് ലെറ്റർ എഴുതേണ്ടി വരാം. ഫിനാൻഷ്യൽ കൺസ്ട്രെയിൻസ് ഉള്ളതുകൊണ്ട് ഒരു പക്ഷേ സപ്പോർട്ടിംഗ് ഗ്രൂപ്പ്സിന് നമ്മൾ അറിയിക്കേണ്ടതായിട്ടുണ്ടാവാം. അതൊന്നും ഒരിക്കലും നേഴ്സോ ഡോക്ടറോ ചെയ്യേണ്ട കാര്യമല്ല. അപ്പോൾ അങ്ങനെ ഒരു സിറ്റുവേഷൻ ആ പേഷ്യൻറ്റ് ഫേസ് ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മൾ തീർച്ചയായിട്ടും ഒരു സോഷ്യൽ വർക്കറിൻ്റെ ഹെൽപ്പ് അവിടെ തേടേണ്ടി വരും. അപ്പോൾ അവിടെ ഫസ്റ്റ് ബോഡി പാരഗ്രാഫിൽ നമ്മൾ പേഷ്യൻറ്റ് ഫോൾ ആയിട്ട് വന്നു, വൂണ്ടുണ്ടായിരുന്നു, ഡ്രസ്സിങ് ചെയ്തു, അതിന് പെയിൻ മെഡിക്കേഷൻ കൊടുത്തു, അതിനുശേഷം ഇങ്ങനെയുള്ള കൺസർവേറ്റീവ് മാനേജ്മെൻറ്റ് കൊടുത്ത് നിലവിൽ പേഷ്യൻ്റെ കണ്ടീഷൻ സാറ്റിസ്ഫൈങ് ആണ്, ഇമ്പ്രൂവിങ് ആണ്, പെയിൻ കുറഞ്ഞു എന്നൊക്കെ എഴുതി വെച്ച് കഴിഞ്ഞാൽ സോഷ്യൽ വർക്കറിന് ഒരു പക്ഷേ ഹി ബിക്കംസ് എക്സൈറ്റഡ്, ലൈക്ക് കൺഫ്യൂസ്ഡ്. ഐ എം സോറി, എന്തിനാണ് ഇപ്പോൾ ഇതൊക്കെ എന്നോട് പറയുന്നത്? ബിക്കോസ് ദാറ്റ് ഈസ് നോട്ട് ദ റീസൺ വൈ വി ആർ റൈറ്റിംഗ് ദിസ് ലെറ്റർ ടു സോഷ്യൽ വർക്കർ. അവിടെ നമ്മൾ ഫസ്റ്റ് ബോഡി എന്ത് പറയണം? ഇത് ഒരു 1 ലൈൻ സ്റ്റേറ്റ്മെൻറ്റ് കൊടുക്കാം. പേഷ്യൻ്റ് ഇങ്ങനെ ഒരു ഫോളിനെ തുടർന്ന് ഹോസ്പിറ്റലിൽ വന്ന കഴിഞ്ഞ ഒരാഴ്ചയായിട്ട് അഡ്മിറ്റ് ആയിരുന്നു. ആ സമയത്ത് പേഷ്യൻറ്റിന് ഇങ്ങനെ കുറച്ച് ഫിനാൻഷ്യൽ കൺസ്ട്രെയിൻസ് ഉണ്ട്, അതുപോലെ ഇദ്ദേഹം ഒരു കോളേജിൽ പഠിക്കുന്ന ആളാണ്, അതുകൊണ്ട് ഈ ആബ്സെൻ്റ് ആയ ദിവസങ്ങളിൽ ഇദ്ദേഹത്തിന് ഇങ്ങനെ കുറച്ച് ഇഷ്യൂസ് വന്നു, അതുപോലെ സെമസ്റ്റർ എക്സാം ആയിരുന്നു, എക്സാംസ് അറ്റൻഡ് ചെയ്യാൻ പറ്റിയില്ല, അപ്പോൾ അതിന് നിങ്ങൾ ഇങ്ങനെ കാര്യങ്ങൾ ചെയ്തു കൊടുക്കുക. അപ്പോൾ അതാണ് റീസൺ. സോ ഏത് ലെറ്റർ എടുത്താലും നമ്മളവിടെ ചിന്തിക്കേണ്ട കാര്യം
റീസൺ എന്താണെന്ന് കൃത്യമായിട്ട് മനസ്സിലാകുക. ആ റീസണെ നമ്മൾ ഇൻട്രൊഡക്ഷനിൽ പറഞ്ഞ റീസൺ നമ്മൾ കൃത്യമായിട്ട് എക്സ്പാൻഡ് ചെയ്ത് എക്സ്പ്ലെയിൻ ചെയ്ത് കൺവീൻസ് ചെയ്യുകയാണ് ഫസ്റ്റ് ബോഡി ചെയ്യേണ്ടത്. ഐ ഹോപ്പ് ഇറ്റ് ഈസ് ക്ലിയർ. പിന്നെ ഡേറ്റ സെലക്ഷൻ സോഷ്യൽ വർക്കറിനെ പറ്റി പറയുമ്പോൾ നമ്മൾ ഈ ഹോസ്പിറ്റൽ റെക്കോർഡ്സിനെ പറ്റി ഒരുപാട് ഡീറ്റെയിലിംഗ് ചെയ്യാതിരിക്കുക. അവിടെ സോഷ്യൽ വർക്കറിന് എന്തൊക്കെ മെഡിക്കേഷൻസ് കൊടുത്തു, എന്ത് എക്സ്റേ എടുത്തത്, അല്ലെങ്കിൽ അത്രയും ഡീറ്റെയിൽഡ് ആയിട്ട് ഒരു നേഴ്സിനോടോ ഡോക്ടറിനോടോ പറയുന്നത് പോലെ നമ്മൾ ഡീറ്റെയിലിംഗ് ചെയ്യേണ്ട കാര്യമില്ല. കാരണം അവർക്ക് ഒരിക്കലും ഹോസ്പിറ്റൽ മാനേജ്മെൻറ്റിനെ പറ്റിയും നഴ്സിംഗ് മാനേജ്മെൻറ്റിനെ പറ്റിയും ഒന്നും അത്രയും മെഡിക്കലി അവർക്ക് അറിയേണ്ട കാര്യമില്ല. ബട്ട് സ്റ്റിൽ നമ്മൾ എന്ത് ചെയ്യണം, ഒരു ലേമാനോട്, ഒരു സാധാരണക്കാരനോട് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യുന്നത് പോലെ എന്തൊക്കെയാണ് പേഷ്യൻറ്റിന് ഹോസ്പിറ്റലിൽ സംഭവിച്ചെന്നുള്ളതിനെ പറ്റിയിട്ട് സമ്മറൈസ്ഡ് വേർഷൻ കൊടുക്കുക. എങ്കിൽ മാത്രമേ അവർക്കത് സോഷ്യൽ വർക്കിന് ഹെൽപ്ഫുൾ ഡെഫിനറ്റ്ലി. അതുപോലെ തന്നെ ഫർദർ മാനേജ്മെന്റിൽ എന്തൊക്കെ രീതിയിൽ ഹെൽപ്പ് ചെയ്യുന്ന ഇൻഫർമേഷൻ മാത്രം ഈ സോഷ്യൽ വർക്കറിന് പേഷ്യൻറ്റിന് എന്താ സംഭവിച്ചെന്നുള്ളത് ഒരുപക്ഷെ സോഷ്യൽ വർക്കറിന് മറ്റു പലരെയും അതിനെപ്പറ്റി അറിയിക്കേണ്ടി വരും. അപ്പോൾ അതിനെപ്പറ്റി ഒരു നട്ട്ഷെൽ, ഒരു സമ്മറൈസ്ഡ് വേർഷൻ കൊടുക്കുക എന്നുള്ളതാണ്. ഡീറ്റെയിലിംഗ് ഒരിക്കലും പാടില്ല. ഐ ഹോപ്പ് ഇറ്റ് ഈസ് ക്ലിയർ. So another question, sir. Whether comma will come between name and who in purpose para? Yeah, that's a good question. I think most of the students make mistake in For example, mistakes. എല്ലാ കുട്ടികളോടും പറയുന്ന ഒരു കാര്യമാണ്, ഷോർട്ട് കട്ട് ആണ് ആക്ച്വലി. അൺനോൺ കേസ് ആണെങ്കിൽ ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് ഏജ് ഒരു റെഫറൻസ് ആയിട്ട് വയ്ക്കാം. ഫോർ എക്സാമ്പിൾ, ഐ എം റൈറ്റിംഗ് ടു റെഫർ മിസ് പ്രിയങ്ക, a 28-year-old woman who requires. അൺനോൺ കേസ് ലെറ്റേഴ്സ് ആണെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് എന്ത് വയ്ക്കാം, ഈ പേരിനും ഹൂവിനും ഇടയ്ക്ക് റെഫറൻസ് വയ്ക്കാം. ആൻഡ് നോൺ കേസിലും ഡെഫിനറ്റ്ലി നമുക്ക് വയ്ക്കാം. അൺനോൺ കേസുകളിൽ നമുക്ക് സേഫായിട്ട് വയ്ക്കാൻ പറ്റുന്ന ഒരു റെഫറൻസ് ആണ് പേഷ്യൻറ്റിൻ്റെ പ്രായം, അല്ലെങ്കിൽ ഇപ്പോൾ റിട്ടയർഡ് ആയിട്ടുള്ള ആളാണെങ്കിൽ റിട്ടയർഡ് സോൾജിയർ, റിട്ടയർഡ് ടീച്ചർ, അങ്ങനെയൊക്കെ നമുക്ക് വയ്ക്കാവുന്നതാണ്. എയ്തർ ദാറ്റ് ഓർ ദ ഏജ്. ഐ എം റൈറ്റിംഗ് ടു റെഫർ മിസ് പ്രിയങ്ക, 28-year-old woman who requires. അങ്ങനെ വരുമ്പോൾ ഹൂവിന് മുമ്പ് തീർച്ചയായിട്ടും കോമ വരും. കാരണം എന്താണ്, ദർ ഇസ് എ റെഫറൻസ് പ്ലേസ്ഡ് ഇൻ ബിറ്റ്വീൻ. അതൊരിക്കലും ഹൂ ആയിട്ട് ബന്ധപ്പെട്ട് വരുന്ന കോമയല്ല, അത് ആ റെഫറൻസിനെ ആ സെൻറ്റൻസിൽ നിന്ന് നമ്മൾ സെപ്പറേറ്റ് ചെയ്ത് കാണിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്നതാണ്. സോ ദ സെൻറ്റൻസ് വിൽ ബി ലൈക്ക് ദിസ്: ഐ എം റൈറ്റിംഗ് ടു റെഫർ മിസ് പ്രിയങ്ക, കോമ എ 28-year-old ഓർ 28-year-old woman, കോമ ഹു റിക്വയർസ്. ഇനി നമ്മൾ റെഫറൻസ് വയ്ക്കുന്നില്ല എന്നുണ്ടെങ്കിൽ ദർ ഇസ് ആക്ച്വലി നോ നീഡ് ഓഫ് ദാറ്റ് കോമ. ഐ എം റൈറ്റിംഗ് ടു റെഫർ മിസ് പ്രിയങ്ക ഹു റിക്വയർസ് എന്ന് നമുക്ക് തീർച്ചയായിട്ടും പറയാം. അവിടെ ആ കോമയുടെ ആവശ്യം നമുക്ക് വരുന്നില്ല എന്നുള്ളതാണ്. ഓക്കെ. ആൻഡ് there is another big question. രാഖി എനിക്കത് കുറച്ചുകൂടി ക്ലിയർ ആക്കി തന്നേക്കാണ്. മാം, ഇപ്പോൾ പേഷ്യൻറ്റ് ഹോസ്പിറ്റലൈസ്ഡ് ആണ്, ബട്ട് പേഷ്യൻറ്റിനെ കോൾ ചെയ്തു പെയിൻ ആയതുകൊണ്ട്, ബട്ട് നമുക്ക് ആ ടൈമിൽ അറ്റൻഡ് ചെയ്യാൻ പറ്റിയില്ല, കുറച്ച് ലേറ്റായി അറ്റൻഡ് ചെയ്തു. അപ്പോൾ എങ്ങനെ സ്റ്റാർട്ട് ചെയ്യുന്നു, വിഷ് ചെയ്ത് തുടങ്ങണോ എന്നുള്ളതാണ്. ഓക്കെ രാഖി, ആക്ച്വലി ദാറ്റ്സ് എ ഗുഡ് ക്വസ്റ്റ്യൻ ഫ്രം യുവർ സൈഡ് ആൻഡ് ഇറ്റ്സ് വെരി ഗുഡ് ദറ്റ് യു ഹാവ് റേസ്ഡ് എ ക്വസ്റ്റ്യൻ. ബട്ട് ലെറ്റ് മീ ടെൽ യു, നമ്മൾ ഇത്രയും കോംപ്ലിക്കേറ്റഡ് ആയിട്ട് ചിന്തിക്കേണ്ട ആവശ്യമില്ല. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, like the 5 introductions which I have said, you can trust me, ആ 5 introductions തന്നതായിരിക്കും വരിക. ഇങ്ങനെയുള്ള സിനാരിയോ മേ ബി ഇറ്റ് മൈറ്റ് ബി ബിക്കോസ് you might have practiced, of course, exam materials. Along with that, നമ്മൾ ചുമ്മാ റാൻഡം ആയിട്ടും കുറേ മെറ്റീരിയൽസ് പ്രാക്ടീസ് ചെയ്തിട്ടുണ്ടാവും. അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു കൺഫ്യൂഷൻ വരാനായിട്ട് സാധ്യത. റിലാക്സ്. ഓക്കെ, ഇനി ഇൻ കേസ് അങ്ങനെ എങ്ങാനും വരുവാണെങ്കിൽ ഐ കൻ എക്സ്പ്ലെയിൻ ടു യു. നമ്മളുടെ ടാസ്ക് എന്ന് പറയുന്നത്, നമുക്ക് ടാസ്ക് എന്ന് പറഞ്ഞിട്ട് ബുള്ളറ്റ് പോയിന്റ്സ് ആയിട്ട് തന്നിട്ടുണ്ടല്ലോ, അതാണ് നമ്മൾ പെർഫോം ചെയ്യാനായിട്ട് അവർ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, പെർഫോം ദ ടാസ്ക്സ് എന്നാണ് നമ്മൾ പറയുക അല്ലേ. അപ്പോൾ ഫസ്റ്റ് ബുള്ളറ്റ് പോയിന്റിന്റെ ടാസ്ക് വെച്ചിട്ടാണ് എത്തരത്തിലുള്ളൊരു കാർഡാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുന്നത്. സോ ഇങ്ങനെ ഒരു സിറ്റുവേഷനിൽ what I expect is the first bullet point will be like apology to the patient. Apologize the patient എന്നുള്ള രീതിയിലായിരിക്കും ഫസ്റ്റ് ബുള്ളറ്റ് പോയിന്റ് വരുന്നത്. ഫോർ ബീങ് ഡിലേ ആയതിന് അപ്പോളജി എന്നുള്ള രീതിയിലായിരിക്കും. അതല്ല ഫസ്റ്റ് ബുള്ളറ്റ് പോയിന്റ് വേറെ രീതിയിലാണെങ്കിൽ കൺഫേം ദ റീസൺ ഫോർ യുവർ വിസിറ്റ് എന്നുള്ള രീതിയിലാണെങ്കിൽ അങ്ങനെയാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യേണ്ടത്. ഫോർ എക്സാമ്പിൾ, I'm here because that I've gotten information that you have requested to see me. Can I know the reason? എന്നുള്ള രീതിയിലായിരിക്കും. Confirm the reason behind the request to see you എന്നുള്ള രീതിയിലായിരിക്കും വരുന്നത്. അപ്പോഴാണ് പേഷ്യൻറ്റ് പറയുന്നത്, ഞാൻ ഇപ്പോഴല്ല വിളിച്ചത്, ഞാൻ നേരത്തെയാണല്ലോ വിളിച്ചത്. അപ്പോൾ സെക്കൻഡ് ബുള്ളറ്റ് പോയിന്റ് എന്തായിരിക്കും? അപ്പോളജൈസ് ആൻഡ് എക്സ്പ്ലെയിൻ ദ ഇൻകൺവീനിയൻസ് എന്നുള്ള രീതിയിലായിരിക്കും. ഓക്കെ, ഫോളോ ദ ടാസ്ക്. നമ്മൾ എന്താണോ ചെയ്യാനുള്ള ആ ടാസ്ക് ആണ് നമ്മൾ ഫോളോ ചെയ്യേണ്ടത്. ഓക്കെ, സോ ദർ ഇസ് നോ കോൺക്രീറ്റ് ഇൻട്രൊഡക്ഷൻ, ഇങ്ങനെയാണ് അങ്ങനെയാണ് അങ്ങനെ നമ്മൾ വിചാരിക്കരുത്. നമ്മുടെ ആദ്യത്തെ ടാസ്ക് അനുസരിച്ചിട്ട് വേണം നമ്മൾ ബ്രില്യൻ്റ് ആയിട്ട് മൂവ് ചെയ്യാനായിട്ട്. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇങ്ങനൊരു സിറ്റുവേഷൻ നമുക്ക് വരുന്നില്ല. ഞാൻ നേരത്തെ പറഞ്ഞ ആ 5 സിറ്റുവേഷൻസിന് ഉള്ളിൽ തന്നെയാണ് ഊറ്റി കിടക്കുന്നത്. അപ്പോൾ അത് നമുക്ക് ആക്ച്വലി ഒരു ബെനിഫിറ്റ് ആണ്. നമ്മൾ അത്തരത്തിൽ തന്നെ പ്രിപ്പയർ ചെയ്താൽ മതി. ഇൻ കേസ് ഇങ്ങനെ വരുവാണെങ്കിൽ തന്നെ
check the first bullet point and understand എന്ത് ചെയ്യണം എന്നുള്ളത്. ഓക്കെ, ഇപ്പം അപ്പോളജൈസ് ആൻഡ് സ്റ്റാർട്ട് എന്ന് പറഞ്ഞ് അപ്പോളജൈസ് എ പേഷ്യൻറ്റ് എന്ന് പറഞ്ഞിട്ടാണ് ഫസ്റ്റ് ബുള്ളറ്റ് പോയിന്റ് കിടക്കുന്നതെങ്കിൽ ഡെഫിനറ്റ്ലി യു ഹാവ് ടു ഇൻട്രൊഡ്യൂസ് യുവർ സെൽഫ് ആൻഡ് നമ്മൾ എന്താ പറയുന്നത്, ഐ അണ്ടർസ്റ്റാൻഡ് ദറ്റ് യു ഹവ് മെയ്ഡ് എ കോൾ ടു ദ നഴ്സിംഗ് സ്റ്റേഷൻ ബിഫോർ, അത് നമ്മുടെ ബാക്ക്ഗ്രൗണ്ട് ഇൻഫർമേഷനിൽ നിന്ന് കിട്ടും. ബട്ട് വി ആർ എക്സ്ട്രീംലി സോറി, ദ നഴ്സിംഗ് സ്റ്റേഷൻ വാസ് ലിറ്റിൽ ബിസി ആൻഡ് ഐ അപ്പോളജൈസ് ഫോർ ദ ഇൻകൺവീനിയൻസ് കോസ്റ്റ് ടു യു എന്ന് പറഞ്ഞിട്ടായിരിക്കും നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഓക്കെ, സോ ഫസ്റ്റ് ടാസ്കിനെ ബേസ് ചെയ്തിട്ടാണ് നമ്മുടെ ഇൻട്രൊഡക്ഷൻ ഉള്ളത്. കാരണം എന്താണ്, നമ്മൾ പെർഫോം ചെയ്യേണ്ടത് എന്താണ്, ആദ്യത്തെ ടാസ്ക് ആണ്. ഓക്കെ, സോ ഡു നോട്ട് ഫർഗെറ്റ് ദാറ്റ്. Alright, I hope it is clear for you. Another question. Before that, ഒരു മുകളിലൊരു ക്വസ്റ്റ്യൻ ഉണ്ട്, അത് ഞാൻ സ്കിപ്പ് ചെയ്തിട്ടാണ് നമ്മൾ താഴത്തോട്ട് പോകുന്നത്. How to improve listening എന്നാണ്. That's a very wide question ആണ്. Definitely, but then you have asked a question, so we are bound to answer it. So listening improve ചെയ്യാന്ന് പറയുന്നത് it depends upon each person. ഓരോരുത്തരെയും ബേസ് ചെയ്തിട്ടാണ് അതിരിക്കുന്നത്. This is not meant for candidates appearing exam tomorrow exam എഴുതുന്ന സ്റ്റുഡൻസിന് വേണ്ടിയല്ല, ഞാൻ ജനറൽ ആയിട്ട് പറയാണ് കേട്ടോ. അപ്പം ലിസ്ണിംഗ് എന്ന് പറയുന്നത്, think about if I take an example as me and Harish sir, like the vocabulary that we deal with might be different, the words that we know might be different. So listening to an audio, നമ്മളൊരു ഓഡിയോ ലിസൺ ചെയ്യാൻ നേരത്ത് എനിക്ക് പെട്ടെന്ന് ക്യാച്ച് ചെയ്യാൻ പറ്റുന്ന വാക്കുകളും ഹരീഷ് സാറിന് പെട്ടെന്ന് ക്യാച്ച് ചെയ്യാൻ പറ്റുന്ന വാക്കുകളിൽ പോലും ഡിഫറൻസ് ഉണ്ടാവും അല്ലേ. അപ്പോൾ നമ്മൾ അത് സിമിലർ ആക്കണം, നമ്മുടെ OET-ആയിട്ട് സിമിലർ ആക്കണം. അതെങ്ങനെയാണ്, കൂടുതൽ ലിസണിങ് പ്രാക്ടീസ് ചെയ്യാൻ നേരത്ത് നമ്മൾ പൊതുവേ OET ലിസണിങ്ങിൽ വരുന്ന വാക്കുകളുമായിട്ട് നമ്മൾ ഫെമിലിയർ ആവുകയാണ് ചെയ്യുക. അപ്പോൾ നമുക്ക് മനസ്സിലാവും ഇത് കൂടുതലും മെഡിക്കൽ സിനാരിയോ ആണല്ലോ, അല്ലെങ്കിൽ ഒരു കോൺവെർസേഷൻ ബിറ്റ്വീൻ ഡോക്ടർ ആൻഡ് പേഷ്യൻറ്റ് അത്തരത്തിലാണല്ലോ ഇത് പോകുന്നത്, ഫസ്റ്റ് പാർട്ടൊക്കെ പോകുന്നത് അങ്ങനെയാണല്ലോ. അങ്ങനെ ഒരു അണ്ടർസ്റ്റാൻഡിങ് നമുക്ക് കിട്ടും. അപ്പോൾ നമുക്ക് എക്സ്ട്രാ ആയിട്ട് അത്തരത്തിലുള്ള ഇൻ്റർവ്യൂസ് ബിറ്റ്വീൻ പേഷ്യൻറ്റ് ആൻഡ് ഡോക്ടർ, അതൊക്കെ ഒരു എക്സ്ട്രാ ആയിട്ട് സ്ക്രിപ്റ്റ് റൈറ്റിംഗ് പോലെയൊക്കെ എഴുതി അങ്ങനത്തെ വാക്കുകളും അങ്ങനത്തെ കോൺവെർസേഷനും അത്തരത്തിലുള്ള ആക്സെൻറ്റുമായിട്ട് ഫെമിലിയറൈസ് ചെയ്യുക. ഓക്കെ, സോ അലോങ് വിത്ത് OET പ്രിപ്പറേഷൻ, നിങ്ങളൊരു ബേസിക് ആയിട്ട് സ്റ്റാർട്ടിങ് ഇനീഷ്യൽ സ്റ്റേജിലുള്ള സ്റ്റുഡൻസ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ OET ലിസ്ണിംഗ് പ്രിപ്പയർ ചെയ്യുന്നതിനൊപ്പം തന്നെ സൈഡിൽ കൂടെ ലിസ്ണിംഗ് നിങ്ങൾക്ക് ടഫ് ആണെങ്കിൽ നിങ്ങൾക്ക് ഇത്തരത്തിലുള്ള എക്സ്ട്രാ പ്രാക്ടീസും ചെയ്തു തുടങ്ങാം. So you can write whatever you listen, whatever you understand, അതെല്ലാം എഴുതി വയ്ക്കുക ആൻഡ് മേക്ക് സെൻസ് ഔട്ട് ഓഫ് ഇറ്റ്. ഇതിൽ നിന്ന് എന്താണ് എനിക്ക് മനസ്സിലായി എന്നുള്ളത് നോക്കുക. ഓക്കെ, പിന്നീടാണ് നമ്മൾ ടാക്ടിക്സിലും ട്രിക്സിലോട്ടും പോകുന്നത്. എങ്ങനെയാണ് നമ്മൾ ഗ്രാമാറ്റിക്കലി കറക്റ്റ് ആക്കുന്നത്, എങ്ങനെയാണ് ഒരു ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് ഉണ്ട്, അപ്പോൾ അത് പ്ലൂറൽ ആണോ സിംഗുലർ ആണോ എന്നൊക്കെ നമുക്ക് ഗ്രാമാറ്റിക്കലി നോക്കി കണ്ടുപിടിക്കാം. അതുപോലെ സിംറ്റംസ് ആണ്, അപ്പം ഈ ഒരു കണ്ടീഷനുമായിട്ട് റിലേറ്റ് ചെയ്ത് വരുന്ന ഒരു സിംറ്റം ഇതേ വരാൻ സാധ്യതയുള്ളൂ. ഇൻ കേസ് നമ്മളത് കേട്ടില്ലെങ്കിൽ പോലും നമുക്ക് ഗെസ് ചെയ്യാൻ പറ്റും. അങ്ങനെ കുറേ ടെക്നിക്സും ട്രിക്സും ഒക്കെ നമുക്ക് പിന്നീട് കേട്ട് വരുമ്പോഴത്തേക്ക് ഇനീഷ്യലി നമ്മളെ പ്രൊനൗൺസിയേഷൻ അവർ പറയുന്ന കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് പ്രൊനൗൺസിയേഷൻ നമുക്കൊന്ന് ഫെമിലറൈസ് ആക്കാൻ നോക്കുക. നമ്മളൊരു ഇംഗ്ലീഷ് മൂവി കാണുന്ന പോലെ തന്നെയാണ്, ആദ്യമൊക്കെ നമ്മൾ കാണുമ്പോൾ ഇറ്റ് ബി വെരി ഡിഫിക്കൽട്ട് ഫോർ us ടു അണ്ടർസ്റ്റാൻഡ്. അതുപോലെ നമുക്ക് ഒരു ലോങ് ടേം പ്രിപ്പറേഷൻ ആണ് പോകുന്നതെങ്കിൽ you can watch movies without subtitles, you can listen to podcast, script writing, ഒരുപാട് ടെക്നിക്സ് നമുക്ക് ലിസണിങ് ഇംപ്രൂവ് ചെയ്യാനായിട്ട് എക്സ്ട്രാ ആയിട്ട് ചെയ്യാൻ പറ്റും. പക്ഷെ ഒരു റിപ്പീറ്റർ ആണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ OET ലിസണിംഗ് ആയിട്ട് വളരെ ഫെമിലിയർ ആയിട്ടുള്ള ഒരാളാണ്. അപ്പൊ അവർക്ക് വേണ്ട എന്താണ് ലിസണിംഗ് ട്രിക്സ്, നമ്മുടെ OET ലിസണിംഗിന്റെ ട്രിക്സ് ആൻഡ് ടിപ്സ് ആയിരിക്കും. ദാറ്റ് വിൽ ബി ഡെഫിനറ്റ്ലി ടോട്ട് ഇൻ ദ ക്ലാസ്. ഇപ്പോൾ നിങ്ങളൊരു നല്ല അക്കാഡമിയിലാണ് പഠിക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും അവിടെ എല്ലാ മൊഡ്യൂളിനും ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് പോലെ തന്നെ ലിസണിങ്ങിനും ഇമ്പോർട്ടൻസ് കൊടുത്ത് തന്നെ പഠിപ്പിക്കണം. അവിടെ ജസ്റ്റ് മെറ്റീരിയൽ കൊടുത്ത് വിടുകയോ അല്ലെങ്കിൽ ലിസണിങ് സ്വന്തമായിട്ട് ചെയ്യാന്ന് പറയുന്ന ഒരു ഓപ്ഷൻ അല്ല ചെയ്യേണ്ടത്. ലിസണിങ്ങിനും റീഡിങ്ങിനും റൈറ്റിങ്ങിനും സ്പീക്കിങ്ങിനും കിട്ടുന്നത് പോലെ എനിക്ക് തോന്നുന്നു ഒരു പക്ഷേ അതിനേക്കാളും ഉപരി നമുക്ക് റീഡിങ് ലിസണിങ്ങിന് ഒരു അറ്റൻഷൻ കിട്ടേണ്ടതായിട്ടുണ്ട്. കാരണം റീഡിങ് ലിസണിങ് എക്സാംസ് ദീസ് ഡേയ്സ് ആർ വെരി ഡിഫിക്കൾട്ട്. സോ ഇറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ് ടു ഗെറ്റ് adequate training for reading listening modules as well. തീർച്ചയായിട്ടും. Okay, so moving to another question. Write a letter to practice nurse at Newtown. Who is she? Is she a nurse practitioner? Okay, practice nurse at Newtown. Okay, so ഇങ്ങനെ ഒരു ലെറ്റർ വന്നാൽ ലൈക്ക് what do they understand എന്നുള്ളതാണ്. നഴ്സ് പ്രാക്ടീഷണർ ആണെന്നാണോ മനസ്സിലാക്കേണ്ടത്? ഓക്കെ, ഫസ്റ്റ് ഓഫ് ഓൾ അങ്ങനെ വളരെ വേഗമായിട്ടൊരു സാധനം എക്സാമിന് തരത്തില്ല. നിങ്ങൾക്ക് അതെ വളരെ കൃത്യമായിട്ട് ആ പ്രാക്ടീസ് നഴ്സ് ആണെങ്കിലും അപ്പം നമ്മൾ നഴ്സായിട്ട് അസ്യൂം ചെയ്യാനുള്ളതാണ്. ഓൾസോ യു കൻ ഈസിലി അണ്ടർസ്റ്റാൻഡ് വെദർ ഇറ്റ് ഈസ് ഫോർ കണ്ടിന്യൂഡ് കെയർ ആൻഡ് മാനേജ്മെന്റ്. ഇനി അതല്ല കണ്ടിന്യൂഡ് കെയർ ആൻഡ് മാനേജ്മെന്റ് അല്ല എങ്കിൽ തീർച്ചയായിട്ടും അതൊരു സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള നഴ്സസിനും ഫോർ എക്സാമ്പിൾ ഐ തിങ്ക് 2022 ഇനീഷ്യലി ഒരു എക്സാമിനേഷൻ ക്വസ്റ്റ്യനിൽ അൾസർ വേഴ്സ് ഉണ്ടായ ഒരു പേഷ്യൻറ്റിന് നമ്മൾ
ടിഷ്യൂ വയബിലിറ്റി നേഴ്സിന് എഴുതാൻ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. സോ ദാറ്റ് വാസ് ഫോർ ഫർദർ ഫർദർ മാനേജ്മെൻ്റ് ആയിരുന്നു. സോ അങ്ങനെ ക്വസ്റ്റ്യൻസ് പ്രതീക്ഷിക്കാം നമുക്ക്. പക്ഷെ അതൊരിക്കലും ഈ പറയുന്നത് പോലെ കണ്ടിന്യൂഡ് കെയറിനായിരിക്കില്ല. സോ ബാക്കിയുള്ള കമ്മ്യൂണിറ്റി ഹെൽത്ത് നേഴ്സ്, ഓക്കുപേഷണൽ അങ്ങനെയുള്ള എല്ലാം വരുമ്പോൾ അത് തീർച്ചയായിട്ടും പ്രാക്ടീസ് നേഴ്സൊക്കെ ആണെങ്കിലും തീർച്ചയായിട്ടും അത് കണ്ടിന്യൂഡ് കെയർ തന്നെയായിരിക്കും. അത് കൺഫ്യൂസ്ഡ് ആവേണ്ട ആവശ്യമില്ല. അതിലൊന്നും നമ്മൾ ഒരിക്കലും കൺഫ്യൂഷൻ വരത്തുമില്ല. കാരണം ദേ വിൽ ബി വെരി പെർട്ടിക്കുലർ ഓൺ ദാറ്റ്. അതെന്തെങ്കിലും ഉണ്ടെങ്കിൽ അവർ കൃത്യമായി അത് മെൻഷൻ ചെയ്തിട്ടുണ്ട്. തീർച്ചയായിട്ടും എന്ത് സ്പെഷ്യലൈസ്ഡ് കെയർ ആണെങ്കിൽ അത് എന്ത് സ്പെഷ്യലൈസ്ഡ് കെയറിന് വേണ്ടിയിട്ടാണ് റെക്കമെൻഡ് ചെയ്യുന്നത് എന്നുള്ളത് അതിന്റെ ലെറ്ററിന്റെ ഏതെങ്കിലും ഭാഗത്ത് അത് കൊടുത്തിട്ടുണ്ടാവും. യു ഹാവ് ടു അണ്ടർസ്റ്റാൻഡ് ഇറ്റ്. നമ്മുടെ ലോജിക്ക് ഒന്ന് ചിലപ്പോൾ ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി. And there are some questions on YouTube. Shall I go through that? Yes, yes. So Anita has asked a question. Ma'am, how we conclude a reluctant patient role play? Okay, fine. So again, like നമുക്ക് വരുന്ന misunderstanding ആണ്. Again, I thank you so much for asking these questions so that a lot of students who's watching this live session can also get a better idea. Okay, thank you Anita for that. അപ്പം ഈ reluctant patient എന്ന് പറഞ്ഞാൽ ഒന്നിനും സഹകരിക്കാത്തൊരു പേഷ്യൻറ്റ് നമുക്കില്ല. Okay. Why? Because see, take the cards that you have practiced or exam model cards എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും, yes, there will be patient. For example, ഇപ്പോൾ ഞങ്ങൾ ഇന്ന് നമ്മുടെ അക്കാഡമിയിൽ ചെയ്തൊരു കാർഡ് തന്നെ നമുക്ക് എക്സാമ്പിൾ ആയിട്ട് എടുക്കാം. ഇറ്റ് വാസ് ഫോർ എ വാക്സിനേഷൻ. ഒരു വാക്സിനേഷൻ റിലക്റ്റൻസ് കാണിക്കുന്ന ഒരു പേഷ്യൻ്റ് ആയിരുന്നു. ന്യൂമോകോക്കൽ വാക്സിൻ എടുക്കാൻ വന്ന പേഷ്യൻ്റ് ആണ്. സോ പേഷ്യൻറ്റിൻ്റെ കൺസേൺ എന്ന് പറയുന്നത്, ഡു ഐ റിയലി ഹാവ് ടു ടേക്ക് ദിസ് വാക്സിൻ ബിക്കോസ് ഐ ഓൾറെഡി ഹാവ് എ ഫ്ലൂ വാക്സിനേഷൻ. ഞാൻ ഫ്ലൂ വാക്സിനേഷൻ എടുത്ത ഒരാളാണ്. സോ ഇതൊരു മിസ്അണ്ടർസ്റ്റാൻഡിങ് ആണ് അല്ലേ. അപ്പം പേഷ്യൻ്റ് ഇങ്ങനെ പറയാൻ നേരത്ത് you do not have to actually convince the patient from nowhere. നമ്മൾ എങ്ങൊന്നും ഇല്ലാതെ നമ്മുടെ മനസ്സിൽ നിന്ന് വരുന്ന കുറേ കാര്യങ്ങൾ വെച്ച് കൺവിൻസ് ചെയ്യേണ്ട ആവശ്യമല്ല. അതിനൊക്കെ കൃത്യമായി നിങ്ങളുടെ ടാസ്കിൽ കൊടുത്തിട്ടുണ്ട്. ഫ്ലൂ വാക്സിൻ എടുത്ത പേഷ്യൻ്റ് ആണ്, അപ്പം ഞാൻ ന്യൂമോകോക്കൽ വാക്സിൻ എടുക്കണോ എന്ന് ചോദിക്കുന്ന ചോദ്യത്തിന് നിങ്ങൾ എന്തുത്തരം പറയണം? How should I answer for that question, which is clearly written in the task? So you have to make them understand that flu vaccine is different, pneumococcal vaccine is different. എന്ന് പറഞ്ഞു കൊടുക്കുക. So that next, again, patient is reluctant because patient is saying that I had severe symptoms while I have taken the flu vaccine, so I do not want the symptoms here too. Okay, so നമ്മൾ അങ്ങനെ അടുത്തൊരു കൺസേൺ പേഷ്യൻ്റ് വെച്ചു. അതിനും നമുക്ക് കൃത്യമായ ഉത്തരം നമ്മുടെ ടാസ്കിൽ കൊടുത്തിട്ടുണ്ടാവും. ലൈക്ക് what all were the conditions that you had to face എന്ന് നമ്മൾ ചോദിച്ചിട്ട്, but in pneumococcal vaccination the after effects or the side effects are very mild and it's manageable, normal എന്ന് പറയുന്ന രീതിയിലുള്ള കൃത്യമായി bracketed informations will be given in the task. Then again patient is saying that is it I have only like flu vaccine I have taken just couple of weeks before, so can I delay this vaccine? Again patient വീണ്ടും പറയാണ്, ഞാൻ ഈ വാക്സിനേഷൻ ഒന്ന് ഡിലേ ചെയ്തോട്ടെ, കാരണം ഫ്ലൂ വാക്സിൻ എടുത്തിട്ട് ഇപ്പോൾ 2 ആഴ്ച പോലും ആയിട്ടില്ല. അഗെയിൻ പേഷ്യൻ്റ് ഒരു എക്സ്ക്യൂസ് വെക്കുകയാണ്. സോ നമ്മൾ പറയാണ്, ബട്ട് ദാറ്റ്സ് ഓക്കെ, 2 weeks is enough, 2 weeks gap is enough എന്ന് പറഞ്ഞ് നമ്മുടെ ടാസ്കിൽ തന്നെ കൃത്യമായിട്ട് അത് ഉണ്ടാവും. ആൻഡ് ഫൈനലി our point will be establish the willingness of the patient to give consent for this vaccination. അങ്ങനെയായിരിക്കും നമ്മുടെ ലാസ്റ്റ് ലൈൻ എന്ന് പറയുന്നത്. യെസ് എന്നല്ലാതെ പേഷ്യൻറ്റിന് വേറെ ആൻസർ ഇല്ല. ഓക്കെ, പേഷ്യൻറ്റിൻ്റെ പേഷ്യൻ്റ് കാർഡിൽ ഫൈനലി യെസ് ആണ് വരുന്നത്. ഇറ്റ് ഈസ് നോട്ട് എ റെലക്റ്റൻറ്റ് പേഷ്യൻറ്റ് ബട്ട് പേഷ്യൻറ്റ് വിത്ത് ലോട്ട് ഓഫ് കൺസേൺസ്. ഓക്കെ, ഒരിക്കലും റെലക്റ്റൻ്റ് ആവുന്നതല്ല, കൺസേൺസ്, പേടി കാരണമായിരിക്കാം. അങ്ങനെ പല പല ക്വസ്റ്റ്യൻസ് നമ്മളോട് ചോദിക്കുകയാണ്. എല്ലാ ചോദ്യത്തിനും കൃത്യമായി നിങ്ങളുടെ ടാസ്കിൽ ഉത്തരവുണ്ട്. അത് വളരെ പൊളൈറ്റായിട്ടും കൺവിൻസിങ് ആയിട്ടും നല്ല ലാംഗ്വേജിൽ അവർക്ക് പറഞ്ഞു കൊടുക്കാമെന്ന് മാത്രമേ നിങ്ങളുടെ ഉത്തരവാദിത്തമുള്ളൂ. ഓക്കെ, സോ ദർ ഇസ് നോ റിലക്റ്റൻറ്റ് പേഷ്യൻറ്റ് ബട്ട് ദ പേഷ്യൻറ്റ് വിത്ത് ലോട്ട് ഓഫ് കൺസേൺസ് ഹു ഈസ് ഹെസിറ്റൻറ്റ്. റിലക്റ്റൻറ്റ് അല്ല, കൈൻഡ് ഓഫ് ഹെസിറ്റൻസ് ടു ഗോ ഫോർവേഡ് വിത്ത് എ പെർട്ടിക്കുലർ തിങ്. അങ്ങനെയായിരിക്കും. സോ ഫൈനലി ദിൽ ആസ് എ വില്ലിങ്നെസ്. ഇൻ കേസ് നമ്മുടെ ഇന്റർലക്യൂട്ടർ നോ വില്ലിങ്നെസ് ചോദിക്കാൻ നേരത്ത് നോ പറയാനാണ് തീരുമാനിച്ചിരിക്കുന്നത് എങ്കിൽ അങ്ങനെ ഒരിക്കലും ഇന്റർലക്യൂട്ടറിന് ചെയ്യാൻ പറ്റത്തില്ല. ഇപ്പം സപ്പോസ് ഇന്റർലക്യൂട്ടർ ചെയ്താൽ തന്നെ ഐ ടോട്ടലി അണ്ടർസ്റ്റാൻഡ് ദറ്റ് യു ആർ സ്റ്റിൽ നോട്ട് കൺവിൻസ്ഡ്, യു ആർ വറീഡ് അബൌട്ട് ഇറ്റ്, ബട്ട് ഐ ക്യാൻ ഗിവ് യു സം ബ്രോഷേഴ്സ് അങ്ങനെയൊക്കെ പറഞ്ഞ്, ബിക്കോസ് നമ്മുടെ ടൈം എൻഡ് ചെയ്യാൻ പോവാണ്. സോ യു ക്യാൻ റീഡ് ദാറ്റ് ആൻഡ് യു വിൽ ഗെറ്റ് കൺവിൻസ്ഡ് വിത്ത് ദിസ് ഐഡിയ എന്നൊക്കെ പറഞ്ഞ് നമുക്ക് എൻഡ് ചെയ്യാവുന്നതാണ്. ഓക്കെ, സോ ബട്ട് ദാറ്റ് ഈസ് എ very very rare chance. A rare chance ആണ്, because interlocutors are supposed to follow the patient card that is given to them. അവരെ കൊടുത്തിരിക്കുന്ന പേഷ്യൻ്റ് കാർഡാണ് അവർ ഫോളോ ചെയ്യേണ്ടത്. അവർക്ക് വേറെ ഒന്നും ഫോളോ ചെയ്യാൻ പറ്റില്ല. എന്നാലും അവർ മിസ്റ്റേക്സ് ഉണ്ടാക്കും, ബിക്കോസ് ദേ ആർ നോട്ടിങ് യുവർ ടൈം 20 minutes ആയോ എന്നൊക്കെ ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നതിനിടയിൽ ചിലപ്പോൾ അവർ ചെറിയ മിസ്റ്റേക്സ് ഉണ്ടാക്കിയാലേ ഉള്ളൂ. ഓക്കെ, സോ ദാറ്റ് ഇസ് ഇറ്റ്. ഐ ഹോപ്പ് ഇറ്റ് ഇസ് ക്ലിയർ ടു യു. Yes.
Yes. So, Then, yeah, there is one more question from YouTube. okay, Just fine. fine. Please explain the home visit letters purpose paragraph. Tennessee Martin. Yes. So I think you have meant introductory paragraph ആണ് purpose paragraph കൊണ്ട് ഉദ്ദേശിച്ചെന്ന് വിചാരിക്കുന്നു. So I'll explain that. If it is not, you can just mention it in the comment box. So yeah, home visit letter. When you are receiving a home visit letter, definitely പല കുട്ടികൾക്കും സംഭവിക്കുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഇങ്ങനെയാണ് ഇൻട്രൊഡക്ഷൻ എഴുതുക. ഐ ആം റൈറ്റിംഗ് ടു റെഫർ മിസ് പ്രിയങ്ക, an 28-year-old woman who requires continuing care and management. She is recovering from a surgery or something എന്ന് എഴുതി വരിക. അപ്പോൾ ഇവിടെ ഞാൻ എഴുതുന്ന പ്രിയങ്കയ്ക്ക് വേണ്ടിയിട്ടാണ്, ഇത്ര വയസ്സുള്ള ആളാണ്, കണ്ടിന്യൂയിങ് കെയർ വേണം, ഇന്ന കണ്ടീഷനിൽ നിന്ന് റിക്കവറായി വരുന്നതാണ് എല്ലാം പറഞ്ഞു. പക്ഷേ അവിടെ മിസ്സായിപ്പോയ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, ഇത് എവിടെ വച്ചിട്ടാണ് ഞാൻ പ്രിയങ്കയ്ക്ക് കണ്ടിന്യൂയിങ് കെയർ എൻഷുർ ചെയ്യേണ്ടതെന്നുള്ളൊരു കാര്യം അവിടെ മിസ്സായിപ്പോയി. സോ അതാണ് പല കുട്ടികൾക്കും ഹോം വിസിറ്റ് ലെറ്റേഴ്സ് കിട്ടുമ്പോൾ സംഭവിക്കുന്ന ഒരു മേജർ പ്രോബ്ലം എന്ന് തന്നെ പറയാം. അപ്പോൾ തീർച്ചയായിട്ടും ഒരു കമ്മ്യൂണിറ്റി ഹെൽത്ത് സെൻ്ററിലെ നഴ്സിനോട് നമ്മൾ കത്തെഴുതുമ്പോൾ അവിടെ ക്ലിയറാക്കി പറയണം, ഇത് വീട്ടിൽ വെച്ചിട്ടാണ് ഈ കെയർ എൻഷുർ ചെയ്യേണ്ടതെന്ന് കൃത്യമായിട്ട് നമ്മൾ പറയേണ്ടതായിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് എന്ത് പറയാം, ഐ എം റൈറ്റിംഗ് ടു റെഫർ മിസ് പ്രിയങ്ക പ്രതാസ്, മിസ് പ്രിയങ്ക an 28-year-old woman who requires continuing care and management at home എന്ന് വേണമെങ്കിൽ പറയാം. അല്ലെങ്കിൽ ഐ എം റൈറ്റിംഗ് ടു റെഫർ മിസ് പ്രിയങ്ക who requires a home visit or who requires home visits following discharge today എന്നുള്ള കാര്യവും പറയണം. അപ്പോൾ അവിടെ ഒരു ഹോം വിസിറ്റ് ആണോ, കൃത്യമായിട്ട് അവിടെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നിങ്ങളുടെ ലെറ്ററിൽ ഒരു ഹോം വിസിറ്റ് ആണോ മൾട്ടിപ്പിൾ ഹോം വിസിറ്റ്സ് ആണോ എന്ന് നോക്കുക. If it is for a single home visit, you should definitely write he or she requires a home visit. If not, he or she requires home visits. ഞാൻ കുട്ടികളോട് എപ്പോഴും പറയുന്ന കാര്യം, ഇനി നമുക്ക് ജഡ്ജ് ചെയ്യാൻ പറ്റുന്നില്ല, ക്വസ്റ്റ്യനിൽ അത്ര ക്ലിയർ ആയിട്ട് പറയുന്നില്ല, അങ്ങനെ വരാൻ സാധ്യതയില്ല. ബട്ട് സ്റ്റിൽ ഒരു ഹോം വിസിറ്റിനാണോ മൾട്ടിപ്പിൾ വിസിറ്റ്സിനാണോ എന്ന് നിങ്ങൾക്ക് കൺക്ലൂഡ് ചെയ്യാൻ പറ്റുന്നില്ല എങ്കിൽ ഈ പറയുന്ന പോലെ he or she requires continuing care and management at home എന്നെങ്കിലും പറഞ്ഞ് നമ്മളതിനെ ആ സെൻറ്റൻസ് വൈൻഡ് അപ്പ് ചെയ്യാൻ നോക്കുക. സോ ദാറ്റ് ഈസ് വൺ തിങ് ടു ബി ഇൻക്ലൂഡഡ്. അതുപോലെ തന്നെ ഈ ഹോം വിസിറ്റിനാണ് പോകുന്നതെങ്കിൽ പേഷ്യൻ്റ് മോസ്റ്റ്ലി ഒരു ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജ് ആയി വരുന്നതായിരിക്കും സെനാരിയോ. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഒരുപക്ഷെ പേഷ്യൻ്റ് ഇന്ന് തന്നെ ഡിസ്ചാർജ് ആയി വരാം, മേ ബി അതൊരു ഫ്യൂച്ചർ ഡേയിലായിരിക്കാം, നാളെ ആയിരിക്കാം, അല്ലെങ്കിൽ എനി ഡേയ്സ് ഇൻ ദ ഫ്യൂച്ചർ ആയിരിക്കാം. അങ്ങനെ വരുമ്പോൾ നിങ്ങൾ കൃത്യമായിട്ട് റീഡറിനോട് പറയണം, അല്ലെങ്കിൽ റീഡർ എപ്പോഴും പോയി ഹോം വിസിറ്റിന് ഇന്നും നാളെ വരുമോ ഇന്ന് വരുമോ എന്നുള്ള കൺഫ്യൂഷൻ ഉണ്ടാകും അല്ലേ. സോ അതുകൊണ്ട് തന്നെ നമ്മൾ ഹീ ഈസ് ബീങ് ഡിസ്ചാർജ് ടുഡേ അല്ലെങ്കിൽ ഹീ വിൽ ബി ഡിസ്ചാർജ് ടുമോറോ. അപ്പോൾ ഈ കാര്യങ്ങളെല്ലാം ഇൻക്ലൂഡ് ചെയ്തുകൊണ്ട് ഒരു 1 to 2 സെൻറ്റൻസിലായിരിക്കണം നമ്മുടെ ഇൻട്രൊഡക്ഷൻ. സോ നെയിം ഓഫ് ദ പേഷ്യൻറ്റ്, ഏജ് റെഫറൻസ്, കണ്ടിന്യൂയിങ് കെയർ ആൻഡ് മാനേജ്മെൻറ്റിനാണെങ്കിൽ അങ്ങനെ മെൻഷൻ ചെയ്യണം. അതുപോലെ എന്താണ് പ്രോബ്ലം, റിക്കവറിങ് ആണോ സസ്പെക്റ്റിംഗ് ആണോ, സസ്പെക്റ്റിംഗ് ചെയ്യാൻ സാധ്യതയില്ല, റിക്കവറിങ് ആയിരിക്കും മോസ്റ്റ്ലി ഹോം വിസിറ്റ് വരുമ്പോൾ, അല്ലെങ്കിൽ ഡയഗ്നോസ് ഹി ഹാസ് ബീൻ ഡയഗ്നോസ്ഡ് വിത്ത് അതായിരിക്കാം എഴുതുന്നത്. ഇനി അതുപോലെ തന്നെ ആൻഡ് എപ്പോഴാണ് ഡിസ്ചാർജ് ആയി വരുന്നത്, ഇന്നാണോ നാളെയാണോ മറ്റന്നാളാണോ എന്നാണെന്നുള്ള കാര്യം കൃത്യമായിട്ട് പറയുക. ഇത്രയും കാര്യങ്ങൾ നമ്മൾ തീർച്ചയായിട്ടും ഒരു ഹോം വിസിറ്റ് ലെറ്ററിൻ്റെ ഇൻട്രൊഡക്ഷനിൽ ഇൻകോപ്പറേറ്റ് ചെയ്തിരിക്കണം. ഐ ഹോപ്പ് ഇറ്റ് ഈസ് ക്ലിയർ. Okay, See. fine. Yes. So another question, sir. Yep. How to write introduction para if its reader is dietitian? So it depends upon the purpose. Yeah, if the reader is a dietitian, it will definitely will be a referral letter for sure. So referral letter ആണെങ്കിൽ Specialized care. കാരണം ഒരു എസ്പെഷ്യലി ഡോക്ടേഴ്സിനൊക്കെ നമ്മൾ ലെറ്റർ എഴുതുമ്പോൾ ഒരിക്കലും അവിടെ ട്രാൻസ്ഫർ നടക്കാറില്ല. ഒരു ഡോക്ടേഴ്സിന് whenever you write a letter to doctor, it will be mostly for reference അല്ലേ, നമ്മൾ റെഫർ ചെയ്യായിരിക്കും ഡോക്ടേഴ്സിൻ്റെ അടുത്തേക്ക് അല്ലേ. സോ ഡയറ്റീഷ്യൻ്റെ അടുത്തേക്ക് നമ്മളൊരു പേഷ്യൻറ്റിനെ എപ്പോഴായിരിക്കും വിടുക, പേഷ്യൻറ്റിന് ചിലപ്പോൾ ഡയറ്ററി പാറ്റേൺ ഫോളോ ചെയ്യാൻ പറ്റാത്തതുകൊണ്ടോ, അല്ലെങ്കിൽ പേഷ്യൻ്റ് ഒബീസ് ആകുമ്പോൾ ഒരു ഈ പറയുന്ന ഡയറ്ററി ചേഞ്ചസിനെ പറ്റി അഡ്വൈസ് ചെയ്യാനൊക്കെ ആയിരിക്കും. സോ മോസ്റ്റ്ലി ഇറ്റ് വിൽ ബി ഫോർ ഡയറ്ററി, ആസ് ഷീ സെഡ്, ഇറ്റ് വിൽ ബി ഫോർ ഡയറ്ററി അഡ്വൈസ്. അപ്പോൾ അതൊരു റെഫറൽ കേസ് ആയിരിക്കാം. ആൻഡ് ഹൗ ടു റൈറ്റ് ഇൻട്രൊഡക്ഷൻ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി നമ്മൾ സാധാരണ റെഫറൽ ലെറ്റർ എഴുതുമ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ ഇൻക്ലൂഡ് ചെയ്യണം അത് തന്നെ എഴുതണം. And major purpose mentioned. Yeah, definitely. Okay, the similar question ഉണ്ട്. അതിനുശേഷം ഞാൻ വേറെ question. We are writing to the music therapist how to write a purpose para and first para. The similar ആണ് I അല്ലേ? think this question was given to students yesterday or today in the question. Okay. Yeah, regular students കൊടുത്ത question ആയിരുന്നു. Okay. So music therapist എന്നുള്ളത്. We are writing to the music therapist how to Write write. the purpose. Actually നമ്മൾ മ്യൂസിക് തെറാപ്പിസ്റ്റ് എന്ന് മാത്രം കേട്ടുകൊണ്ട് നമുക്ക് ആക്ച്വലി എന്താണ് പേർപ്പസ് എന്ന് അറിഞ്ഞാലായിരിക്കും നമുക്ക് ആ ഒരു ഫസ്റ്റ് Yeah. എന്താ പറയാ ഇൻട്രൊഡക്ഷൻ അവിടെ അവർ പാരഗ്രാഫ് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, ഇഫ് വെൻ എ പേഷ്യൻ്റ് ഈസ് ആക്ച്വലി ഗെറ്റിംഗ് റെഫേർഡ് ടു എ മ്യൂസിക് തെറാപ്പിസ്റ്റ്, അവിടെ ഇപ്പം ഞാനാണ് പേഷ്യൻ്റ് എന്ന് വിചാരിക്കുക, എനിക്ക് മ്യൂസിക് കേൾക്കുന്നത് പോലും ഇഷ്ടമല്ലാത്ത ഒരാളാണ്.
അല്ലെങ്കിൽ എനിക്ക് മ്യൂസിക് എൻജോയ് ചെയ്യാത്ത ഒരാളാണ്, ഞാൻ പാടാത്ത ആളാണ്, ഒരു സോർട്ട് ഓഫ് മ്യൂസിക്കുമായിട്ട് യാതൊരു രീതിയിലും ഞാൻ കണക്റ്റഡ് അല്ല എങ്കിൽ ഒരു പക്ഷേ എന്നെ ഒരിക്കലും ഒരു മ്യൂസിക് തെറാപ്പിസ്റ്റിൻ്റെ അടുത്തേക്ക് വിട്ടേണ്ട ആവശ്യം വരുന്നില്ല. അല്ലേ? കൂടുതലും അങ്ങനെയാണ്. നമ്മളതിൽ യാതൊരു രീതിയിലും പാഷനറ്റ് അല്ല. എനിക്ക് മ്യൂസിക് കേൾക്കുന്നത് ഇഷ്ടമല്ല, ഞാൻ പാടാറില്ല, അല്ലെങ്കിൽ എനിക്ക് മ്യൂസിക് ഒരു രീതിയിലുള്ള മ്യൂസിക് ആ ഒരു ജോണറുമായിട്ട് എനിക്ക് ബന്ധമില്ലെങ്കിൽ എനിക്ക് മ്യൂസിക് തെറാപ്പി കൊണ്ട് ഒരു പക്ഷേ മോസ്റ്റ് കേസസ് അവിടെ ഒരു റിലീഫ് കിട്ടാൻ വഴിയില്ല. സോ ഒരു മ്യൂസിക് തെറാപ്പിസ്റ്റിനാണ് നിങ്ങൾക്ക് ലെറ്റർ എഴുതേണ്ടി വരുന്നതെങ്കിൽ അവിടെ തീർച്ചയായിട്ടും ഈ പേഷ്യൻറ്റിന് മോസ്റ്റ്ലി മ്യൂസിക്കുമായിട്ട് എന്തെങ്കിലും കണക്ഷൻ ഉണ്ടാവാം, അല്ലേ? അതായത് പേഷ്യൻറ്റിന് ആക്റ്റീവ് ആയിട്ട് മ്യൂസിക്കിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്ത ആളായിരിക്കാം, നല്ല മ്യൂസിക് എൻജോയ് ചെയ്യുന്ന ആളായിരിക്കാം, അല്ലെങ്കിൽ എന്തെങ്കിലും ഇൻസ്ട്രുമെൻറ്റ്സ് ആക്റ്റീവായിട്ട് നിൽക്കുന്ന ആളായിരിക്കാം. ആൻഡ് റൈറ്റ് നൗ ഈ പേഷ്യൻറ്റിന് ഒരു പക്ഷേ മ്യൂസിക്കിൽ എന്തെങ്കിലും മോസ്റ്റ്ലി ഇപ്പോൾ മ്യൂസിക് തെറാപ്പിസ്റ്റിനെ റെഫർ ചെയ്യുമ്പോൾ മോസ്റ്റ്ലി അതൊരു സൈക്കോളജിക്കലായിട്ട് എന്തെങ്കിലുമൊക്കെ ഇഷ്യൂസ് ഫേസ് ചെയ്യുന്ന ആൾക്കാരിക്കാം. അപ്പോൾ മ്യൂസിക് കേൾക്കുമ്പം അദ്ദേഹത്തിന് എന്തെങ്കിലും മൂഡ് എലിവേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടാവാം. സോ സംഹൗ ഈ മ്യൂസിക് തെറാപ്പിസ്റ്റ് ആദ്യം തന്നെ ഫസ്റ്റ് ബോഡി പാരഗ്രാഫത്തിൽ നമ്മൾ പറയേണ്ടത് മിക്കപ്പോഴും, ഐ എം നോട്ട് ജനറലൈസിങ്, ഞാനൊരു പ്രോബബിലിറ്റിയാണ് പറയുന്നത് കേട്ടോ. അവിടെ തീർച്ചയായിട്ടും നിങ്ങൾ കേസ് നോട്ട് ഇവാലുവേറ്റ് ചെയ്യണം. എന്താണ് ഫസ്റ്റ് ബോഡിയിൽ എഴുതിയത്, എന്താണ് മ്യൂസിക് തെറാപ്പിസ്റ്റ് ആദ്യം അറിയേണ്ടതെന്നാണ് അറിയേണ്ടത്, അല്ലേ? സോ ഇപ്പം ഞാൻ ഇപ്പം ഷീ ഈസ് ഇൻട്രസ്റ്റഡ് ഇൻ മ്യൂസിക് ഫോർ എക്സാമ്പിൾ, ഷീ ഈസ് എ സിംഗർ, അല്ലെങ്കിൽ ഷീ എൻജോയ്സ് മ്യൂസിക് and right now she has got some issues with her mood or something, and she is depressed for example. അപ്പം ഒരു മ്യൂസിക് തെറാപ്പിസ്റ്റിൻ്റെ ഒരു കൺസൾട്ടേഷൻ കിട്ടിയിരുന്നെങ്കിൽ ഒരു പക്ഷേ ആ ഒരു മൂഡിൽ നിന്ന് മാറ്റി അത് എലിവേറ്റ് ചെയ്യപ്പെടുമെന്ന് തോന്നുന്നതുകൊണ്ടായിരിക്കാം മിക്കപ്പോഴും നമ്മളൊരു മ്യൂസിക് തെറാപ്പിസ്റ്റിന് ലെറ്റർ എഴുതുന്നത്, അല്ലേ? അപ്പോൾ ഫസ്റ്റ് ബോഡിയിൽ തന്നെ നമ്മൾ ഈ പേഷ്യൻറ്റ് മ്യൂസിക്കുമായിട്ടൊരു കണക്ഷൻ എന്താണെന്നൊരു ഇൻട്രൊഡക്ഷൻ കൊടുത്താൽ എപ്പോഴും നന്നായിരിക്കും. ലൈക്ക് ഫോർ എക്സാമ്പിൾ പ്രിയങ്ക ഈസ് ഇൻട്രസ്റ്റഡ് ഇൻ മ്യൂസിക്. She's an active she's an active participant in choir. She used to sing like what to say, ഇങ്ങനെ ഓരോ എന്തൊക്കെയാണ് ആ മ്യൂസിക് കേസ് നോട്ടിൽ ആ പേഷ്യൻ്റ് മ്യൂസിക്കുമായിട്ടുള്ള ജനറൽ ആയിട്ടുള്ള ബന്ധങ്ങൾ എന്തൊക്കെ പറയുന്നുണ്ടോ അതൊക്കെ ആദ്യം പറഞ്ഞിട്ട് ഇപ്പോഴുള്ള ഇഷ്യൂയിലേക്ക് വന്നാൽ കുറച്ചും കൂടെ ആ റീഡറിന് കാര്യങ്ങൾ മനസ്സിലാക്കാൻ നന്നായിരിക്കും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. Okay. Now the question, sir. Yep. If patient experience long period with same condition continuing till now, how to write has had or has been experiencing? First of all, I have seen many students misusing has had, അല്ലെങ്കിൽ പല കുട്ടികളും തെറ്റിദ്ധരിക്കപ്പെട്ടിരിക്കുകയാണ്. ഹാസ് ഹാഡ് എഴുതി കഴിഞ്ഞാൽ നിങ്ങൾക്ക് മാർക്ക് കൂടുതൽ കിട്ടും. ഫോർ എക്സാമ്പിൾ ഹി ഹാസ് ഹാഡ് ഹൈപ്പർ ടെൻഷൻ എഴുതി കഴിഞ്ഞാൽ നിങ്ങൾക്ക് 10 മാർക്ക് കൂടുതൽ കിട്ടും എന്നൊരിക്കലും വിചാരിക്കരുത്. ഡെഫിനറ്റ്ലി ഹി ഹാസ് ഹൈപ്പർ ടെൻഷൻ എന്ന് പറയുന്നതിന് പകരം തീർച്ചയായിട്ടും നമുക്ക് ഹാസ് ഹാഡ് ഹൈപ്പർ ടെൻഷൻ എന്ന് പറയാം. ബട്ട് ദർ ഇസ് എ പ്രോബ്ലം. ഇപ്പം ഹാസ് ഹാഡ് എഴുതുമ്പോൾ ഇറ്റ് ഹാസ് ടു ബി അപ്രോപ്രിയേറ്റ്. ഹാസ് ഹാഡ് ഹൈപ്പർ ടെൻഷൻ ഫുൾ സ്റ്റോപ്പ് ഇസ് നോട്ട് എ കംപ്ലീറ്റ്, ഇറ്റ് ഡസൻറ്റ് ഗീവ് എ കംപ്ലീറ്റ് സെൻസ്. ഹാസ് ഹാഡ് ഹൈപ്പർ ടെൻഷൻ ആൻഡ് ഹാസ് ഹൈപ്പർ ടെൻഷൻ രണ്ടും സെയിം മീനിങ് ആണെങ്കിൽ പോലും he has hypertension full stop as possible, but you cannot actually write a sentence like he has had hypertension because has had ഉപയോഗിക്കുമ്പോൾ ഒരു ടൈം റെഫറൻസ് ഉണ്ടാവണം. ഫോർ എക്സാമ്പിൾ he has had hypertension for the past 10 years or he has had hypertension since 2013. അങ്ങനെ കൃത്യമായിട്ട് ആ ടൈം റെഫറൻസ് കൊടുക്കേണ്ട സമയങ്ങളിൽ മാത്രമേ നമ്മൾ ഹാസ് ഹാഡ് ഉപയോഗിക്കാവുള്ളൂ. അല്ലെങ്കിൽ ഹാസ് ഹാഡ് ഉപയോഗിക്കുമ്പോൾ തീർച്ചയായിട്ടും ടൈം റെഫറൻസ് ഉണ്ടാവണം എന്നുള്ളതാണ്. ആൻഡ് ദ ക്വസ്റ്റ്യൻ ഈസ് has had or has been experiencing. Both are correct. ഇപ്പം ഈ ലോങ് ടൈം ആയിട്ട് എക്സ്പീരിയൻസ് ചെയ്യുന്നുണ്ടെങ്കിൽ ഷി ഹാസ് ബീൻ എക്സ്പീരിയൻസിങ് എന്ന് പറയാം. ബട്ട് ലോങ്ങർ ടൈം ആണെങ്കിൽ ഇറ്റ്സ് ബെറ്റർ ടു യൂസ് ഹാസ് ഹാഡ്. ഇപ്പം ഒരു 1 month 2 weeks അങ്ങനെ ഒരു റീസെൻറ്റ് ആയിട്ട് കുറച്ച് നാളായിട്ട് എക്സ്പീരിയൻസ് ചെയ്യുന്ന ഒരു കാര്യമാണെങ്കിൽ ഇറ്റ്സ് ബെറ്റർ യു ക്യാൻ ഗോ വിത്ത് ദ പ്രസൻറ്റ് കണ്ടിന്യൂസ് ടെൻസ് ഹി ഹാസ് ബീൻ എക്സ്പീരിയൻസിങ്. പക്ഷേ വർഷങ്ങളായിട്ടുള്ള ഒരു കണ്ടീഷനെ പറ്റി നമ്മൾ പറയുമ്പോൾ ദാറ്റ് ഈസ് ഫോർ ലൈഫ് ലോങ്, എസ്പെഷ്യലി ലൈഫ് ലോങ് ആയിട്ടുള്ള കണ്ടീഷൻസിനെ പറ്റി പറയുമ്പോൾ നമ്മൾ ഹി ഹാസ് ബീൻ എക്സ്പീരിയൻസിങ് ഹൈപ്പർ ടെൻഷൻ എന്ന് പറയുന്നതുകൊണ്ട് it is not at all problem, but I think the better one would be he has had hypertension since. ഇനി അവിടെ സിൻസ് ആ ഇയർ ടൈം റെഫറൻസ് കൊടുക്കണ്ട എങ്കിൽ ഹി ഹാസ് ഹൈപ്പർടെൻഷൻ എഴുതിയാൽ മതി. ഓക്കെ, ഇനി അതല്ല റീസെൻ്റ്ലി വന്നൊരു കണ്ടീഷനാണ് ഇത് ഇപ്പോഴും എക്സ്പീരിയൻസ് പെടുന്നുണ്ടെങ്കിൽ ഹി ഹാസ് ബീൻ എക്സ്പീരിയൻസിങ് ഈസ് ഫൈൻ. എനിവേ ബോത്ത് ഗീവ്സ് സെയിം കൈൻഡ് ഓഫ് ഇൻറ്റൻഷൻ. രണ്ടിനും സെയിം ആയിട്ടുള്ള ഒരു മീനിങ് ആണ് നമ്മൾ കൊടുക്കുന്നത്. ബട്ട് ദിസ് ഇസ് വാട്ട് വി തിങ്ക്. ഓക്കെ, സോ വെദർ, and I think whether in quotes, whether can be used in writing in between the sentence. The word whether. Yeah, I think that is contextual. Yes. If your sentence, there is OIT doesn't have any problem with using whether. അത് നമ്മുടെ സിറ്റുവേഷൻ ഡിമാൻഡ് ചെയ്യുകയാണെങ്കിൽ you can use every formal words can be used in a letter. Definitely, no whether is all. not at all an informal word. So since if the situation demands, you can definitely use. Yes.
So I think it's time for us to wind up Yeah, the I think, session. Do we yes. have more questions? So any questions you can ask, no problem. We'll be answering even after the session. ഈ സെഷന് ശേഷമാണെങ്കിലും നമ്മൾ ആൻസേഴ്സ് ചെയ്യുന്നതായിരിക്കും. And that was a very interesting live Yes. session, to be frank, Yeah. because you have actually came up with a lot of questions, and as I mentioned, ഞാൻ ത്രൂ ഔട്ട് ഓരോ ക്വസ്റ്റ്യൻ ചോദിച്ചവരെ താങ്ക് ചെയ്തുകൊണ്ടാണ് ഞാൻ സ്റ്റാർട്ട് ചെയ്തത്, ബിക്കോസ് ദാറ്റ് ഹസ് ബീൻ ഐ ഓപ്പണിംഗ് ഫോർ മെനി സ്റ്റുഡൻസ്. ഒത്തിരി സ്റ്റുഡൻസിന് അത് ബെനിഫിഷ്യൽ ആയിട്ടുണ്ടാവും. നാളെ എക്സാം എഴുതാൻ പോകുന്നതും ആൻഡ് ഓൾസോ ദ കമ്മിങ് എക്സാം ടേക്കേഴ്സ് എല്ലാവർക്കും അത് ബെനിഫിഷ്യൽ ആയിട്ടുണ്ടാവും. അപ്പോൾ എനിക്ക് തോന്നുന്നത് ഇപ്പം സ്പീക്കിങ്ങിൻ്റെ കാര്യങ്ങൾ ചോദിച്ചപ്പോഴത്തേക്കും ആണെങ്കിലൊക്കെ നമുക്ക് കുറച്ചുകൂടെ സിസ്റ്റമാറ്റിക് ആയിട്ട് പോയി കഴിഞ്ഞാൽ ഇച്ചിരി കൂടെ ഈസി ആയിരിക്കും. സോ ഡെഫിനറ്റ്ലി ഐ ഹോപ്പ് ദ സജഷൻസ് ദാറ്റ് വി ഹാവ് ഗിവൺ വുഡ് ഹാവ് ഹെൽപ്ഡ് യു ഫോർ ദ എക്സാമിനേഷൻ. ആൻഡ് ഇനി അതിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ക്ലാരിഫിക്കേഷൻ വേണമെങ്കിൽ നമ്മുടെ ഒഫീഷ്യൽ നമ്പറിലോട്ടാണെങ്കിലും നിങ്ങൾക്ക് ടെക്സ്റ്റ് ചെയ്യാവുന്നതാണ്. നാളെ എക്സാമുള്ള സ്റ്റുഡൻസിന് എല്ലാവർക്കും എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും നമ്മൾ ഹെൽപ്പ് ചെയ്യാൻ റെഡിയാണ്. And we really appreciate the students who have asked these questions. Because അത് ഇപ്പോൾ പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുന്ന കുട്ടികൾ, ഇപ്പോൾ ലൈവ് സെഷൻസ് കാണുന്ന കുട്ടികളാണെങ്കിലും ഇനി ഈ ലൈവ് സെഷൻസ് ശേഷമാണെങ്കിലും ഈ വീഡിയോ കാണുന്ന കുട്ടികൾക്കൊക്കെ ഒരുപാട് അത് ഹെൽപ്പിംഗ് ആയിരിക്കും. കാരണം ഇതൊക്കെ എല്ലാവർക്കും ഇപ്പോഴും കൺഫ്യൂസിംഗ് ആയിട്ട് വരുന്ന ഒരുപാട് നല്ല നല്ല ഹെൽത്തി ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആയിരുന്നു ചോദിച്ചിരുന്നത്. സോ ഡെഫിനറ്റ്ലി ആൻഡ് വി ഡെഫിനറ്റ്ലി പ്ലാൻ ടു ഡു ദ സെയിം സെഷൻസ് ബിഫോർ എവറി എക്സാംസ്. എല്ലാ എക്സാംസിന് മുമ്പുള്ള തലേ ദിവസം നമ്മൾ ഈ ഒരു ഫൈനൽ QA ക്വസ്റ്റ്യൻ ആൻസർ സെഷൻ നമ്മൾ വയ്ക്കാൻ പ്ലാൻ ചെയ്തിട്ടുണ്ട്, ഹോപ്പ്ഫുള്ളി. ആൻഡ് നാളെ എക്സാം കഴിഞ്ഞ് രാത്രി നമുക്ക് ഇതിൻ്റെ ഒരു റിവ്യൂ ലൈവ് സെഷൻ ഉണ്ടാവാം. റിയലി ഇൻട്രസ്റ്റിംഗ്. എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഒരു സെഷനാണ് എക്സാമിന് ശേഷമുള്ള. അപ്പോൾ സ്റ്റുഡൻസ് ഒക്കെ വളരെ ആക്റ്റീവായിട്ട് റെസ്പോണ്ട് ചെയ്യുന്നതും കമൻറ്റ് ചെയ്യുന്നതും എക്സാമിൻ്റെ ആ ഒരു ചൂടോടുകൂടി നമ്മളോട് സംസാരിക്കുന്നതൊക്കെ ആയിട്ടുള്ള ഒരു സെഷനാണ്. സോ ഹോപ്പ് ടു സീ ഓൾ ഓഫ് യു ദോസ് ഹു ഹാവ് written those are going to write the examination tomorrow. So എല്ലാം നന്നായിട്ട് വരട്ടെ അല്ലേ? To all the students who are writing exam tomorrow, I'm wishing you all the very best from our bottom of my heart. Yes. And from the entire Let's Update Language Academy family. So I wish you all the very best. Thank you. See you after the exam. Thank you. Bye.